السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. പാപങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട അനിവാര്യമായ ചില കാര്യങ്ങളാണ് ഉണർത്തുന്നത്. ഒന്നാമതായി എന്നോടും അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും, ഓരോ വിശ്വാസിയും, ചെറിയ കുട്ടികൾ, മുതിർന്നവർ, സ്ത്രീകൾ, പുരുഷന്മാർ, എല്ലാവർക്കും അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ പാപങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തു വേണം എന്നതാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല ആയാത്തുകളിലൂടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്ത ഹദീസുകളിലൂടെ മനുഷ്യരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഒരാളിൽ നിന്ന് ഒരു തിന്മയുണ്ടായാൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം അവൻ നേരിടേണ്ടി വരും. തിന്മ സംഭവിക്കുന്നത് മുഖേന ഒരാളുടെ വ്യക്തിജീവിതം, കുടുംബജീവിതം, അതേപോലെ തന്നെ അവൻ്റെ സാമ്പത്തിക മേഖലകൾ, സാമൂഹിക ബന്ധങ്ങൾ, ഇവിടെയെല്ലാം വിള്ളലുകളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും. ഇതിന് വ്യത്യസ്തങ്ങളായ തെളിവുകൾ ഖുർആനിലും ഹദീസിലും കാണാം. ഒരാൾ എത്രത്തോളം പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നുവോ അതിനനുസൃതമായി അവൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കും. എത്രത്തോളം ഒരാൾ പാപത്തിലേക്ക് അടുക്കുന്നുവോ അതിനനുസൃതമായി അവൻ്റെ ജീവിതത്തിൽ കുഴപ്പങ്ങളുണ്ടാകും, മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പലപ്പോഴും മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും, പല തിന്മകളും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ആളുകൾ ചെയ്യുക. അത് തന്നെ വലിയ ദുരന്തമായി മാറുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യ ചരിത്രത്തിൻ്റെ
തുടക്കം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മ ചെയ്ത കാരണത്താൽ മനുഷ്യനെ ശിക്ഷിച്ചിട്ടുണ്ട്. പല രീതികളിൽ അവരെ പരീക്ഷിച്ചിട്ടുണ്ട്. ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാൻ തന്നെ കാരണം അള്ളാഹുവിനോട് കാണിച്ച അനുസരണക്കേടാണ്. ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആട്ടിപ്പായിക്കുകയും ലഅനത്ത് ചെയ്യുകയും ചെയ്യാനുള്ള കാരണം അവൻ്റെ ധിക്കാരമായിരുന്നു, പാപമായിരുന്നു. അതേപോലെ തന്നെ മനുഷ്യ ചരിത്രത്തിലെ ഓരോ സമൂഹങ്ങളും എടുത്തു നോക്കിയാൽ ഇത് കാണാൻ സാധിക്കും. നൂഹ് അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തെ ഒന്നടങ്കം അള്ളാഹു നശിപ്പിച്ചു. അതേപോലെ തന്നെ ലൂത്ത് അലൈഹിസ്സലാമിന് മനുഷ്യ ചരിത്രത്തിൽ വളരെ ഭീകരമായ രീതിയിൽ ശിക്ഷിക്കപ്പെട്ടു. ഭൂമി ഒന്നാകെ ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയും അവരെ അതേ രീതിയിൽ തലകീഴായി മറിക്കുകയും ചെയ്തു. ഇങ്ങനെ ആദ് സമൂഹത്തെ, സമൂദ് ഗോത്രത്തെ, ഫിർഔനിനെ, ഖാറൂനിനെ, അബൂജഹലിനെ, വ്യത്യസ്തങ്ങളായ നാടുകളിൽ വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പല രീതികളിൽ ശിക്ഷിച്ചിട്ടുണ്ട്. ഖുർആൻ പറയുന്നത് കാണാം, ഫകുല്ലൻ അഖദ്നാ ബിദംബി. ഈ പറയുന്ന സമൂഹങ്ങളെയെല്ലാം നാം പിടികൂടി. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ചെയ്തിരിക്കുന്ന പാപങ്ങൾ നിമിത്തമാണ്. അവർ ചെയ്തിരിക്കുന്ന അനുസരണക്കേടിന്റെ കാരണത്താൽ അവരെ നാം പിടികൂടി. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ. അവരിൽ ചിലരുടെ മേൽ സരൽ വർഷങ്ങൾ അയച്ചുകൊണ്ടാണ് ശിക്ഷിച്ചത്. വമിൻഹും മൻ അഖദത്ഹു സ്വൈഹ. വേറെ ചില വിഭാഗത്തെ വലിയൊരു അട്ടഹാസം വന്ന് പിടികൂടുകയാണ് ചെയ്തത്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ്. വേറെ ചില ആളുകളെ ഭൂമിയിലേക്ക് അവരെയും കൊണ്ട് ആഴ്ത്തപ്പെടുകയാണ് ചെയ്തത്. വമിൻഹും മൻ അഗ്റഖ്നാ. അവരിൽ ചില ആളുകളെ മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തത്. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും. ഈ ശിക്ഷകളെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചിട്ടില്ല. അല്ലാഹു അവരെ ആക്രമിക്കുകയല്ല ചെയ്തത്. അല്ലാഹു അവരോട് അക്രമം കാണിച്ചിട്ടില്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അവർ അവരുടെ നഫ്സുകളെ ആക്രമിക്കുകയാണ് ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഈ പറയുന്ന പല സമൂഹങ്ങളിലേക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നുപെടാൻ കാരണം അവർ ചെയ്ത പാപമാണ് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തിന്മ ചെയ്താൽ സ്വാഭാവികമായും അതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും. അതിനൊരു പ്രതിഫലനം ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകളുടെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ നഫ്സുകളുടെ ഷർറുകളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുകയാണ്. നഫ്സുകൾ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കും. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. നിശ്ചയമായും മനുഷ്യരുടെ നഫ്സുകൾ തിന്മയിലേക്ക് നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നഫ്സിന്റെ ഷർറിൽ പെട്ടുകൊണ്ട് ആളുകൾ തിന്മയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. തിന്മ സംഭവിക്കുന്നതിന് മുമ്പേ ഒരു മുൻകരുതൽ എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്ന ദുആയാണ്. ശൈത്വാനിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കുന്ന ധാരാളം പ്രാർത്ഥനകളുണ്ട്. അതേപോലെ നഫ്സ് ഉണ്ടാക്കുന്ന ഷർറുകളിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാണ്. നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. ചിലപ്പോൾ തിന്മയിൽ അകപ്പെട്ടു പോയേക്കാം. മനുഷ്യപ്രകൃതമാണത്, ബലഹീനതയാണ് അവരുടെ പ്രകൃതം. അതുകൊണ്ട് തിന്മയിൽ അകപ്പെട്ടു പോകാം. തിന്മയിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അള്ളാഹുവെ, അത് മുഖേന ഉണ്ടായിരിക്കുന്ന ഞങ്ങളുടെ അമലുകളുടെ തിന്മകളുടെ പ്രത്യാഘാതങ്ങളുണ്ട്, അതിൽ നിന്ന് നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. തിന്മ സംഭവിച്ചോ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ചിലപ്പോൾ ദുനിയാവിൽ തന്നെ അതിന് അനുഭവിക്കേണ്ടി വരും, ചിലപ്പോൾ ആഖിറത്തിലായിരിക്കാം. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഞങ്ങളിൽ വന്ന് ഭവിക്കാതെ അള്ളാഹു നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. കാരണം തിന്മ വലിയ അപകടമാണ് എന്നുള്ളത് കൊണ്ടാണ്.
മനുഷ്യനാകട്ടെ വളരെ ദുർബലരുമാണ്. ഖുർആൻ പറയുന്നുണ്ട്, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അള്ളാഹു നിങ്ങൾക്ക് ലഘൂകരണം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനാകട്ടെ സൃഷ്ടിക്കപ്പെട്ടത് ബലഹീനരായിക്കൊണ്ടാണ്, ദുർബലരായിക്കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നുണ്ട്, അവരുടെ ശരീരപ്രകൃതം ദുർബലതയുള്ളതാണ്, അവരുടെ ഉദ്ദേശങ്ങളിൽ അവർക്ക് ദുർബലതയുണ്ട്, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവർക്ക് ബലഹീനതകളുണ്ട്. ചിലപ്പോൾ പാപം ചെയ്യരുതെന്ന് അവൻ കരുതിയേക്കാം, പക്ഷെ ബലഹീനമാണ് എന്നുള്ളതിനാൽ അവർ വീണ്ടും പാപത്തിലകപ്പെട്ടു പോയേക്കാം. അതേപോലെ ഫിൽ ഈമാനി വസ്സബ്ർ, ഈമാനിന്റെ കാര്യത്തിൽ, ക്ഷമയുടെ കാര്യത്തിൽ, വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ മനുഷ്യർ ദുർബലത ഉള്ള ആളുകളാണ്. ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്, ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് മനുഷ്യർ തീരെ തന്നെ ഒരു തിന്മകളിൽ ചെയ്യാതെ മാറി നിൽക്കുക എന്നത് സാധിക്കുകയില്ല. അമ്പിയാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇസ്മത്ത് കൊടുത്തിട്ടുണ്ട്, പാപ സുരക്ഷിതത്വം കൊടുത്തിട്ടുണ്ട്. അതല്ലാത്ത മനുഷ്യർക്ക് പാപങ്ങൾ സംഭവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗ ലം തുദ്നിബു, നിങ്ങൾ പാപം ചെയ്യുന്നവരല്ല എങ്കിൽ, നിങ്ങളൊന്നും പാപങ്ങൾ ചെയ്യുന്നവരായിട്ടില്ല എങ്കിൽ, ലദഹബല്ലാഹു ബിക്കും, അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുന്നതാണ്. വഅതാ ബിഖൗമി, എന്നിട്ട് വേറൊരു സമൂഹത്തെ അല്ലാഹു കൊണ്ടുവരും. ഫയുദ്നിബൂൻ ഫയസ്തഗ്ഫിറൂൻ, അവർ പാപങ്ങൾ ചെയ്യും, പക്ഷേ പാപം അവരുടെ പ്രകൃതത്തിലുള്ളതാണ് എങ്കിലും ഫയസ്തഗ്ഫിറൂൻ, അവരെന്ത് ചെയ്യും? ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരായിരിക്കും. പാപങ്ങൾ ചെയ്യും, എന്നിട്ട് അവർ ഇസ്തിഗ്ഫാർ ചെയ്യും. ഫയഗ്ഫിറുല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു സമൂഹത്തെ ഇത് അല്ലാഹുവിന്റെ സുന്നത്താണ്, അല്ലാഹുവിന്റെ നടപടിക്രമം അതാണ്. പലപ്പോഴും പാപം ഒരാൾക്ക് സംഭവിച്ചാൽ ഇനി അള്ളാഹുവിൻ്റെ കോപത്തിനിരയായി, ഇനി രക്ഷയില്ല എന്ന് നിരാശപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, പാപം മനുഷ്യന് സംഭവിക്കാം, പക്ഷേ അതിൽ നിന്ന് പിന്നോട്ട് മാറുക എന്നുള്ളതാണ്, ശരിയായ റൂട്ടിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് വിശ്വാസം ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും ഈ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല രീതികളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലം, അതിൽ കുഴപ്പങ്ങളുണ്ട്, ഫിത്നകളുണ്ട്. എന്നാൽ ഇനി വരുന്ന കാലം അതിനേക്കാൾ ഫിത്ന നിറഞ്ഞതായിരിക്കും, കുഴപ്പങ്ങൾ നിറഞ്ഞതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഗറാബത്തിന്റെ കാലം വരും. ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ, ഇസ്ലാം ഗറാബത്തായിട്ട് അപരിചിതത്വമായ അവസ്ഥയിലാണ് അതിൻ്റെ ആരംഭം. ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അവൻ അപരിചിതത്വം അനുഭവപ്പെടും. അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ നാട്ടിൽ, അവൻ്റെ കൂട്ടുകാരിൽ ഒരു അപരിചിതത്വം തോന്നുമെന്നാണ്. അത് അതേ അവസ്ഥയിലേക്ക് തന്നെ വീണ്ടും മടക്കപ്പെടും. ഒരു അന്യദേശത്ത് പോയി ഒരാൾ ജീവിക്കുന്നത് പോലെ ചിലപ്പോൾ സ്വന്തം നാട്ടിൽ അനുഭവപ്പെടും. ദീൻ യഥാവിധം മുറുകെ പിടിച്ചാൽ അത് മുഖേന ആളുകൾ ആക്ഷേപിച്ചേക്കാം, കളിയാക്കിയേക്കാം, അവർ പല രീതികളിൽ പരിഹസിച്ചേക്കാം. അങ്ങനെ ഒരു ഖറാബത്ത് വരിക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ എൻ്റെ ഉമ്മത്തിൻ്റെ മേലൊരു കാലം വരും, അന്ന് അൽ ഖാബിദു അലാ ദീനിഹി കൽ ഖാബിദു അലൽ ജംർ, ദീൻ ഒരാൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ ഉദ്ദേശിച്ചാൽ എങ്ങനെയാണോ തീക്കനൽ കയ്യിൽ വെച്ചാൽ ഒരാൾക്ക് അനുഭവപ്പെടുക, തീക്കനൽ ഇങ്ങനെ എത്ര നേരം ക്ഷമിച്ചുകൊണ്ടിങ്ങനെ പിടിച്ചു വെക്കാൻ സാധിക്കും? പിടിച്ചു വെക്കണമെങ്കിൽ വലിയ ക്ഷമ ആവശ്യമാണ്, അതല്ലെങ്കിൽ അത് പെട്ടെന്ന് തട്ടിത്തെറിപ്പിച്ച് കളയാൻ നോക്കും. ഈ രീതിയിലുള്ള അവസ്ഥകൾ വിശ്വാസികൾക്ക് വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിന്മകൾ സംഭവിക്കാം, പക്ഷേ അതിന് എങ്ങനെ പ്രതിരോധിക്കാം? ഒരാളിൽ നിന്ന് തിന്മ സംഭവിച്ചാൽ തന്നെയും അള്ളാഹുവിൻ്റെ പ്രീതി എങ്ങനെ നേടിയെടുക്കാം, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൽ ഒരാൾക്ക് എങ്ങനെ ജീവിക്കാം, ശരിയായ റൂട്ടിലേക്ക് എങ്ങനെ കടക്കാം എന്ന് മനുഷ്യരെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു 7 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ ദർസിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. ചെറിയ കുട്ടികളടക്കം മുതിർന്നവരടക്കം എല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്. ഈ 7 കാര്യങ്ങൾ ഷെയ്ഖ് അഹ്മദ് ബിൻ അൽ അതീഖ് ഹഫിളഹുല്ലാഹ് നൽകിയിരിക്കുന്ന ഒരു നസീഹത്താണ്. അദ്ദേഹത്തിൻ്റെ ചില സംസാരങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില ഉപദേശങ്ങളാണ് ആ 7 കാര്യങ്ങൾ. ഇത് എല്ലാ മുഅ്മിനീങ്ങളും മനസ്സിലാക്കൽ അനിവാര്യമാണ്, പ്രത്യേകിച്ചും ഈ കാലത്ത്. അതുകൊണ്ടാണ് ഇത് ഊന്നി പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, മനുഷ്യരിൽ തിന്മകൾ സംഭവിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ തിന്മകൾ സംഭവിക്കാമെങ്കിലും ഒരിക്കലും നാം പെട്ടുപോകാൻ പാടില്ലാത്ത ചില തിന്മകളുണ്ട്. അങ്ങനെയുള്ള തിന്മകളിൽ പെട്ടുപോകാതിരിക്കാൻ നല്ല ജാഗ്രത പാലിക്കണം. ഇസ്ലാം ചില അതിർവരമ്പുകൾ വച്ചിട്ടുണ്ട്, ചില ചുവന്ന വരകൾ വരച്ചിട്ടുണ്ട്, അപകട മേഖലകളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അപകട മേഖലകളിലേക്ക് അടുത്തുകൂടാ. അതാണ് ഒന്നാമത്തെ കാര്യം. ഇസ്ലാം പറഞ്ഞിരിക്കുന്ന ചില അപകട മേഖലകളുണ്ട്, ചില ചുവന്ന വരകളുണ്ട്. അത് വിട്ടപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. തിന്മകൾ സംഭവിക്കാം, പക്ഷേ തീർത്തും ഒരു മനുഷ്യനെ നശിപ്പിച്ച് കളയുന്ന, അവൻ്റെ ദുനിയാവും ആഖിറവും നശിപ്പിക്കുന്ന, അവൻ്റെ കുടുംബവും സമൂഹത്തെയും നശിപ്പിക്കുന്ന ചില പാപങ്ങളുണ്ട്. അങ്ങനെയുള്ള പാപങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ 3 വിഭാഗമായിട്ട് വേർതിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ശിർക്ക്, കുഫർ പോലുള്ള കാര്യങ്ങൾ ഒരാളിൽ നിന്ന് സംഭവിക്കലാണ്. ഇത് എന്നിൽ നിന്ന് സംഭവിക്കരുത് എന്ന് വിശ്വാസികൾ ദൃഢമായി തീരുമാനമെടുക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ രീതിയിൽ ഈ ഉമ്മത്തിനോടും മരണവേളയിൽ വരെയും ജാഗ്രത നൽകിയിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ ശിർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതിനുള്ള കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ സാഹചര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മരണവേളയിൽ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുൽ മൗത്ത് അരികിൽ വന്നപ്പോൾ, മലക്കുൽ മൗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണത്തിന്റെ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഇതേ അവസ്ഥയിൽ കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ, ലഅനല്ലാഹു അൽ യഹൂദ വൻ നസ്വാറ. ജൂത നസ്വാറാക്കളെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങൾ അല്ലാഹുവിനുള്ള ഇബാദത്തിന്റെ കേന്ദ്രങ്ങളാക്കി. ശിർക്കിലേക്ക് പെട്ടുപോകാനുള്ള കാരണമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആളുകൾ ഒരു പക്ഷേ നബിയുടെ ഖബറിനെയും ആ രീതിയിലാക്കിയേക്കാം. അങ്ങനെ ചെയ്യരുതേ എന്നുള്ള മുന്നറിയിപ്പാണ് മരണവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പുറത്തു കൊണ്ടുവരാതിരുന്നത് എന്നും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. മരണവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിനെ തൊട്ട് സൂക്ഷിക്കണം, അത് പാടില്ലാത്തതാണ്. അതിനുള്ള കാരണമാണ് ഖബറുകളുടെ അടുക്കൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യൽ ശിർക്കല്ല. പക്ഷേ അതിന്റെ പ്രത്യേകമായ ഒരു രീതിയിൽ ഖബറുകൾ കെട്ടി ഉയർത്തുകയും അവിടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് പതിയെ 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 ആ ഖബറിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഖബറിനോടുള്ള ആരാധനയായി പരിണമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വലിയ രീതിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. മറ്റൊരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ, രാവും പകലും അവസാനിക്കുകയില്ല, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല തന്നെ. ഹത്താ തുഅബദൽ ലാത്ത് വൽ ഉസ്സ, ലാത്തയും ഉസ്സയും ഇബാദത്ത് ചെയ്യപ്പെടുന്നത് വരെയും, ലാത്തയും ഉസ്സയും ഇനിയും ഇബാദത്ത് ചെയ്യപ്പെടും, അതുവരെയും എന്ത് സംഭവിക്കുകയില്ല, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാത്ത എന്ന് പറഞ്ഞാൽ ജാഹിലിയ്യ കാലത്ത് അവിടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് അദ്ദേഹം വെള്ളം കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ലാത്ത. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബറിനരികിൽ ആളുകൾ വന്ന് ഇഅ്തികാഫിരുന്നു. ഇതാണ് ലാത്തക്കുള്ള ഇബാദത്ത് എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അതെ, ഈ പറയുന്ന ലാത്തയെ ജാഹിലിയ്യത്തിൽ ഇബാദത്ത് ചെയ്യുന്നത് പോലെ ഇനിയും ലാത്തയെ ഇബാദത്ത് ചെയ്യുന്ന ഒരു കാലം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാവുന്ന ഹദീസാണ്, നിങ്ങളുടെ മുൻഗാമികളുടെ സുന്നത്തുകൾ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും, ചാണിന് ചാണായിക്കൊണ്ട് മുഴത്തിന് മുഴമായിക്കൊണ്ട് നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ജൂത നസാറാക്കളെ കുറിച്ചാണോ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അതെ, അതല്ലാതെ വേറെ ആരെയാണ്
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ ഇത് വിവരിക്കേണ്ട ആവശ്യമില്ല. ഈ ഉമ്മത്തിൽ ശിർക്ക് വരിക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ഈ ഉമ്മത്തിൽ ശിർക്ക് വരുന്നത് ഒരു ഉറുമ്പ് അരിച്ചു നീങ്ങുന്നതിനേക്കാൾ ഗോപ്യമായി കൊണ്ടുവരും. എത്രയോ ഉറുമ്പുകൾ നമ്മുടെ കാൽച്ചുവട്ടിലൂടെ സഞ്ചരിക്കുന്നുണ്ടാവും, നമ്മൾ അറിയുന്നില്ല. അതിനേക്കാളും ഗോപ്യമായി രഹസ്യമായി നിങ്ങളിലേക്ക് ശിർക്ക് കടന്നു വരാം എന്നാര് പറഞ്ഞിട്ടുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തിനാണിത് പറഞ്ഞത്? ശിർക്ക് വ്യാപകമാകും. ശിർക്ക് നിങ്ങളുടെ ഇടയിലേക്ക് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടും. നിങ്ങൾ അതിൽ ജാഗ്രത പാലിക്കണം, ശിർക്കിൽ പെട്ടുപോകരുത് എന്നുള്ള കാരണത്താലാണ്. കാരണം ഒരാൾ ശിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെട്ടാൽ, തൗബയില്ലാതെ മരണപ്പെട്ടാൽ അവൻ്റെ കഥ കഴിഞ്ഞു. പിന്നീട് അവന് തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല. കാലാകാലം അവൻ നരകത്തിൻ്റെ അവകാശിയായിത്തീരും. അതുകൊണ്ട് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, ശിർക്കാണ്. അതേപോലെ തന്നെ കുഫ്റിൽ പെട്ടുപോകുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഒരാൾ 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നില്ല. ഫർളായ നമസ്കാരങ്ങൾ നിർവഹിക്കൽ നിർബന്ധമാണ്. അതിനെ ഉപേക്ഷിക്കുന്നത് കുഫറാണ്. അപ്പോൾ നമസ്കാരം ഒരാൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് മുഖേന കുഫർ സംഭവിക്കും. കുഫറിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അപകടമാണ്. അതേപോലെ ചില ദീനിൻ്റെ ചില നിയമങ്ങൾ ഉണ്ടാകും. ആളുകൾ വളരെ വ്യാപകമായി കൊണ്ട് ദീനിലെ പല നിയമങ്ങളെയും പരിഹസിക്കലുണ്ട്, കളിയാക്കും. വിവരമില്ലാത്തത് കൊണ്ടായിരിക്കാം. ദീനിലെ ഒരു നിയമത്തെ ഒരാൾ ഫോളോ ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. പക്ഷേ അതിനെ പരിഹസിക്കുക എന്നുള്ളത് കഠിനമായ തെറ്റാണ്. അള്ളാഹു ഇറക്കിയിരിക്കുന്ന ഒരു നിയമം, ഖുർആനിലാകട്ടെ സ്വഹീഹായ സുന്നത്തിലാകട്ടെ, സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഒരാൾ പരിഹസിക്കുക, അത് ദീനിൽപ്പെട്ടതല്ല എന്ന് പറയുക, ഇന്ന് വളരെ വ്യാപകമായി കാണാം. പല ദീനി വേഷം കെട്ടിയിരിക്കുന്ന പല ആളുകളും ചാനൽ ചർച്ചകളും അതുപോലെ പല കാര്യങ്ങളിലും വളരെ അപകടം പിടിച്ചിരിക്കുന്ന വാക്കുകൾ പറയുന്നത് കാണാം. ഇസ്ലാമിലെ പല നിയമങ്ങളെക്കുറിച്ച്, സ്ത്രീകളുടെ ഹിജാബിനെക്കുറിച്ച്, അല്ലെങ്കിൽ പുരുഷന്മാരുടെ താടിയെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച്. ഇസ്ലാമിലൊരു കാര്യം പറഞ്ഞാൽ അത് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അതിന് പരിഹസിക്കുക എന്നുള്ളത്, കളിയാക്കുക കുഫറിൽപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ അവൻ ചെയ്യുന്നുണ്ടാകാം, പക്ഷെ അതിന് പരിഹസിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ ശിർക്ക്, കുഫർ പോലുള്ളതായ കാര്യങ്ങൾ സൂക്ഷിക്കുക. ഇതാണ് അതിൽ ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തേത്, ഒരാൾ ഒരു തിന്മ ചെയ്യുന്നു. ആ തിന്മ അത് മുഖേന വേറൊരാൾക്കൊരു അപകടം ഉണ്ടാകുന്നതാകാൻ പാടില്ല. ഞാനൊരു തിന്മ ചെയ്താൽ അതിൻ്റെ പ്രയാസം വേറൊരാൾ അനുഭവിക്കുന്ന ഒരു തിന്മയാകാൻ പാടില്ല. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കാം. ഒരാളെ കച്ചവടത്തിൽ ചൂഷണം ചെയ്യുന്നു, വഞ്ചിക്കുന്നു, ചതിവ് കാണിക്കുന്നു, അല്ലെങ്കിൽ മോഷണം നടത്തുന്നു, അതല്ലെങ്കിൽ ഒരാളെ വാക്കുകൾ കൊണ്ട് പ്രയാസപ്പെടുത്തുന്നു, അവൻ്റെ കുറ്റങ്ങൾ പറയുക, മറ്റുള്ള ആളുകളോട് ഗീബത്ത് പറയുക, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ പരസ്പരം തെറ്റിക്കാൻ നമീമത്തുമായി ഇറങ്ങുക, അല്ലെങ്കിൽ ഒരാളെ പരിഹസിക്കുക, കളിയാക്കുക, അതല്ലെങ്കിൽ കായികമായിട്ടൊരാളെ ഉപദ്രവിക്കുക. ഇങ്ങനെ ഞാൻ ചെയ്യുന്ന ഒരു പാപം വേറൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണോ? വലിയ രീതിയിൽ ജാഗ്രത പാലിക്കേണ്ടതാണത്. അതും ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ശിക്ഷകൾക്ക്, ചില തിന്മകൾക്ക് ശിക്ഷ ഭൂമിയിൽ തന്നെ ഒരുക്കി വച്ചിട്ടുണ്ട്. ഭൂമിയിൽ അള്ളാഹു അതിനുള്ള ശിക്ഷയെ വേഗത്തിലാക്കും. ഏതിനോടുകൂടെ? അതിനുള്ള ശിക്ഷ ആഖിറത്തിലേക്ക് കരുതി വെക്കുന്നതിനോടുകൂടെ. ചില പാപങ്ങളുണ്ട്, ആ പാപങ്ങൾ എന്ത് ചെയ്യും? അത് ചെയ്താൽ ഭൂമിയിൽ അതിൻ്റെ ശിക്ഷ ലഭിക്കും. മാത്രമല്ല ആഖിറത്തിൽ അതിൻ്റെ ശിക്ഷ വേറെയും അള്ളാഹു കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില പാപങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിസ്ലുൽ ബഗി, മറ്റുള്ളവരെ ആക്രമിക്കലാണ്. ആക്രമം ഏതു വിധേനയുമാകാം, സാമ്പത്തികമാകാം, അല്ലെങ്കിൽ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതാകാം, അല്ലെങ്കിൽ കായികമായിട്ടുള്ള അക്രമങ്ങളാകാം, ഏതുമാകാം. അതേപോലെ തന്നെ വഖത്തിഅത്തുർ റഹീം, കുടുംബബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത്, ഇത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന പാപങ്ങളാണ്. ഇത് പാടില്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം, യാ അയ്യുഹന്നാസ് ഇന്നമാ ബഗ്യുകും അലാ അൻഫുസികും, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ചെയ്യുന്ന അക്രമങ്ങൾ അത് യഥാർത്ഥത്തിൽ നിങ്ങളെ തന്നെ ആക്രമിക്കലാണ്. നിങ്ങൾ വേറൊരാളെ ആക്രമിച്ചു, വേറൊരാളെ ചീത്ത പറഞ്ഞു, അവനെ പരിഹസിച്ചു. ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ നരകത്തിലേക്ക് ഇടുന്നതിന് തുല്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വരികയെ സ്വഹാബികളോട്,
നിങ്ങൾക്കറിയുമോ ആരാണ് മുഫ്ലിസ്? പാപ്പരായ ആളുകൾ ആരാണെന്നറിയാമോ? സ്വഹാബികൾ പറഞ്ഞു, ദീനാറും ദിർഹമും ഇല്ലാത്ത ആളുകളാണ്, വിഭവങ്ങളില്ലാത്ത ആളുകളാണ്. മുസല്ലാസം പറഞ്ഞു, എന്നാൽ എൻ്റെ ഉമ്മത്തിന് മുഫ്ലിസ് അങ്ങനെയല്ല. ഖിയാമത്ത് നാളിൽ അവർ വരും ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, നമസ്കരിച്ചിട്ടുണ്ടാകാം, നോമ്പെടുത്തിട്ടുണ്ടാകാം, സകാത്തുകൾ കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ വയഅതി ഖദ് ശതമ ഹാദാ, ഇന്നയാൾ അവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വഖദഫ ഹാദാ, ഇന്നയാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. വഅകല മാല ഹാദാ, ഇന്നയാളുടെ സമ്പത്തിനെ കവർന്നെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നയാളുടെ രക്തം ചിന്തിയിട്ടുണ്ട്, ഇന്നയാളെ അവൻ അടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവൻ ഖിയാമത്ത് നാളിൽ വരിക. അങ്ങനെ ഇവൻ ചെയ്തിരിക്കുന്ന നന്മകൾ അവൻ്റെ മേൽ ചുമത്തും. ഇവൻ ആരെയാണോ ആക്രമിച്ചത് അവർക്ക് കൊടുക്കും. ഇവൻ്റെ നന്മകൾ തീർന്നാൽ അവരുടെ തിന്മകൾ എടുത്ത് ഇവൻ്റെ നേരെ ചുമത്തും, എന്നിട്ട് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ വളരെ അപകടം പിടിച്ചിരിക്കുന്ന പാപങ്ങളാണത്. നാം ചെയ്യുന്ന പാപം മുഖേന മറ്റുള്ളവർ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കമാ തുടരാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത് ഇൻദഹു മദ്ലിമ ലിഅഖീഹി മിൻ ഇർളിഹി ഔ ഷൈഇൻ, ആർക്കെങ്കിലും നിങ്ങളുടെ സഹോദരങ്ങളോട് ഏതെങ്കിലും ഒരു മദ്ലിമത്തുണ്ടോ, ഏതെങ്കിലും ഒരു അക്രമം ചെയ്തിട്ടുണ്ടോ, അത് വളരെ നിസ്സാരമായിട്ട് നബി പറയുകയാണ്. മിൻ ഇർളിഹി ഔ ഷൈഇൻ, അത് അവൻ്റെ അഭിമാനത്തിനേൽക്കുന്ന എന്തെങ്കിലും ഒരു മുറിവാകട്ടെ, അല്ലെങ്കിൽ ഔ ഷൈഇൻ, എന്തെങ്കിലും ഒരു കാര്യമാകട്ടെ, ചിലപ്പോൾ ചെറുതായിരിക്കാം. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ ആൾക്കൂട്ടത്തിനിടയിൽ വച്ചിട്ട് എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ കളിയാക്കും. പ്രത്യേകിച്ച് ചെറിയ ചെറിയ ആളുകൾ, കുട്ടികൾ എന്ത് ചെയ്യും? അവർ കൂടുമ്പോൾ മറ്റുള്ളവരെ ഒരു രസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പലപ്പോഴും പരിഹസിക്കും, കളിയാക്കും. അതിൻ്റെ ഗൗരവം എത്രയാണ് നമ്മൾ ചിന്തിക്കുകയില്ല. നാം ഒരാളെ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ പരിഹസിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ അവൻ്റെ മനസ്സിനുണ്ടാകുന്ന മുറിവെത്രയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത് വലിയ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഫൽയതഹല്ലൽഹു മിൻഹുൽ യൗം ഖബ്ല അൻ ലാ യകൂന ദീനാറു വലാ ദിർഹം, ദീനാറും ദിർഹമും കൊടുത്ത് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒരു ദിവസമുണ്ട്, അതെത്തുന്നതിന് മുമ്പ് ഇന്ന് തന്നെ നിങ്ങളത് പരിഹരിച്ചു കൊള്ളുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യത്തിൽ. രണ്ടാമത്തെ ഇനം ഇതാണ്, അതായത് ചില അപകട മേഖലകളുണ്ട്, അതിലേക്ക് അടുക്കാൻ പാടില്ല. അതിൽപ്പെട്ട ഒന്നാണ് ശിർക്ക് കുഫറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പാപങ്ങൾ. രണ്ടാമത്തേത് നാം ചെയ്യുന്ന പാപങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണോ, അതാണെങ്കിൽ അത് പാടില്ലാത്തതാണ്. മൂന്നാമത്തെ കാര്യം, ചില പാപങ്ങളുണ്ട്, ആ പാപങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്ന, അഡിക്റ്റാക്കി കളയുന്ന, അതിൽ തളച്ചിടുന്നതായ ചില പാപങ്ങളാണ്. അത് ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ട് തിരികെ വരാൻ പ്രയാസമാണ്. അങ്ങനെയുള്ള പാപങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പാപങ്ങൾ നല്ല രീതിയിൽ ജാഗ്രത പാലിക്കണം. അതിലേക്ക് അടുത്ത് പോകുന്നതിനെ തൊട്ട് എന്ത് ചെയ്യണം? ജാഗ്രത പാലിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ചില കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ലഹരി ഉപയോഗമാണ്. ഇന്ന് വളരെ വ്യാപകമാണത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഓരോ ദിവസവും നമ്മൾ കാണുകയാണ്. 2 ദിവസം മുമ്പാണ് 4 പേരെ ഒരാൾ ചെയ്തത്, വെട്ടിക്കൊന്നത്, കുടുംബത്തിൽ കയറിയിട്ട്. ഇന്നലെയാണ് ഒരു 24 വയസ്സുള്ള ഒരാൾ സ്വന്തം പെറ്റ ഉമ്മയെ എന്ത് ചെയ്യുന്നു? വെട്ടിക്കൊല്ലുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ലഹരിയാണെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ബുദ്ധി ഇല്ലാതെയാക്കി കളയുന്നതാണത്. അവൻ്റെ ദീനിനെ നശിപ്പിച്ച് കളയും, കുടുംബത്തെ നശിപ്പിക്കും, സമൂഹത്തെ ഇല്ലാതെയാക്കി കളയുന്ന അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. പലപ്പോഴും ഒരു രസത്തിന് വേണ്ടി എന്ത് ചെയ്യും? അതിന് ഉപയോഗിക്കും. പക്ഷേ അത് അവനെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇങ്ങനെ അഡിക്റ്റാക്കി കളയുന്ന പാപങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുക, അതുമായിട്ട് അടുക്കാതെ അകലം പാലിക്കുക എന്നുള്ളത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതുപോലുള്ള കൂട്ടായ്മകളിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഓരോ നാടുകളിലും ഇസ്ലാമികമായി വിദ്യാർത്ഥികളെ, പുതുതലമുറയെ വളർത്തിയെടുക്കാൻ നല്ല നല്ല സംരംഭങ്ങൾ വേണ്ടതുണ്ട്. അതിലേക്ക് ആളുകൾ സഹകരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. കാരണം ഓരോ ചെറിയ ഗ്രാമങ്ങളിൽ വരെയും മതങ്ങളിൽ നിന്ന് മനുഷ്യരെ അടർത്തിയെടുത്തുകൊണ്ട് ഭൗതികവാദത്തിലേക്ക് നയിക്കുന്ന ധാരാളം സംവിധാനങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകും. അതിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? വളരെയധികം ശ്രദ്ധ പാലിക്കുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ ബുദ്ധി നശിപ്പിക്കുന്ന ഏതൊരു കാര്യമാകട്ടെ അതെല്ലാം തന്നെ മദ്യമാണെന്നാണ്.
അങ്ങനെയുള്ള സകലതും നിഷിദ്ധമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തികളിൽ നിന്ന് അതിലേക്ക് അടുക്കുക പോലും ചെയ്യാതെ മാറി നിൽക്കൽ അനിവാര്യമാണ്. അതേപോലെ തന്നെ അതിൽപ്പെട്ടതാണ് നിഷിദ്ധമായ ബന്ധങ്ങൾ, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ളതായ ബന്ധങ്ങൾ. ഇതും ഇതേപോലെ മനുഷ്യനെ അഡിക്റ്റാക്കി കളയുന്ന, തളച്ചിട്ട് കളയുന്ന, തിരിച്ചു പോരാൻ മനുഷ്യരെ പ്രയാസത്തിലാക്കുന്നതായ ചില പാപങ്ങളാണ്. ഇസ്ലാം വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരിക്കുന്ന ഒരു മേഖലയാണിത്. സ്ത്രീകളും പുരുഷന്മാരും അവർ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അവരുടെ നോട്ടത്തിൽ അത് പാലിക്കേണ്ടതുണ്ട്. അന്യ സ്ത്രീകളിലേക്ക് നോക്കുന്നത് വരെ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? നിഷിദ്ധമാക്കിയിട്ടുണ്ട്. സിനയിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന, നിർദ്ദേശം. നിങ്ങൾ അതിലേക്ക് അടുത്തു പോകുന്നത് വരെയും എന്താണ്? അപ്പം അടുക്കാതിരിക്കാനാണ് നോട്ടം തന്നെ എന്ത് ചെയ്തു? നിഷിദ്ധമാക്കി. ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞു. അവർ ഒറ്റയ്ക്കിരിക്കുക, സമൂഹത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഒറ്റയായിരിക്കുക, മൂന്നാമതായിട്ട് അവിടെ ശൈത്വാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അതിലേക്ക് എത്തിപ്പെടുന്നതിനെ തടയാൻ അതിൻ്റെ മുഖദ്ദിമാത്തുകൾ, ആമുഖങ്ങൾ മുഴുവനും എന്ത് ചെയ്തു? ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ചില ശേഖന്മാരോട് ചോദിച്ചു, ഒരു അന്യ സ്ത്രീയും പുരുഷനും എവിടെയെങ്കിലും ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നത് നിഷിദ്ധമാണ്. ഒറ്റകയാക്കൽ, ഖൽവത്തുണ്ടാവുക എന്നുള്ളത് നിഷിദ്ധമാണ്. എന്നാൽ അവർ തമ്മിൽ പരസ്പരം ചാറ്റ് ചെയ്യുന്നതിൻ്റെ വിധി എന്താ? ഉലമാക്കൾ പറഞ്ഞത് കാണാം, അവർ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നതിനേക്കാളും അപകടം പിടിച്ചതാണ് സോഷ്യൽ മീഡിയകൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുക. ആദ്യം അത് ചിലപ്പോൾ എന്ത് ചെയ്യും? ചില നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, പക്ഷേ അതവനെ കാലക്രമേണ വലിയ നാശത്തിൽ കൊണ്ടെത്തിക്കും. ഇത് നാം പറഞ്ഞതുപോലെ മനുഷ്യൻ അഡിക്റ്റാക്കി കളയുന്നതായ പാപമാണ്. വലിയ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. നമ്മുടെ മുൻഗാമികൾ സലഫ് സ്വാലിഹീങ്ങൾ ഈ വിഷയത്തിൽ വലിയ ജാഗ്രത പാലിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ അവർ ഈ വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. ഒരു ആയിഷ റളിയല്ലാഹു അൻഹ യാത്രാ സംഘത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി, മരുഭൂമിയിൽ പെട്ടുപോയി. നബിയും സഹാബത്തും മദീനയിലേക്ക് യാത്ര തുടർന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ ആവശ്യം പൂർത്തീകരണത്തിന് മാറിയതാണ്. തിരിച്ചു വരുമ്പോൾ യാത്രാ സംഘമില്ല. അവിടെ ഒരു വൃക്ഷച്ചുവട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹ കിടക്കുമ്പോൾ യാത്രയുടെ പിന്നാലെ ഒരാൾ നിയോഗിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ രീതിയിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിയോഗിക്കപ്പെട്ടത് സഫ്വാൻ റളിയല്ലാഹു അൻഹു ആണ്. സഫ്വാൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഈ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഅതാനി ഫഅറഫനി. അദ്ദേഹം വന്നപ്പോൾ എന്നെ കണ്ട് തിരിച്ചറിഞ്ഞു. എങ്ങനെയാണ് എന്നെ കണ്ട് തിരിച്ചറിഞ്ഞത്? ഫഅറഫനി ഹീന റആനി വകാന റആനി ഖബല ഹിജാബ്. എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു. സ്ത്രീകൾ ഹിജാബ് പാലിക്കൽ നിർബന്ധമാണ്. പിന്നെ എങ്ങനെയാണ് എന്നെ തിരിച്ചറിഞ്ഞത്? ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്നെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞത്. ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പേ സഫ്വാൻ എന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? എന്നെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ മരച്ചുവട്ടിൽ കിടക്കുമ്പോൾ എന്ത് ചെയ്തു? മുഖത്തെ വസ്ത്രം നീങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് കണ്ടു തിരിച്ചറിഞ്ഞത്. എന്നിട്ടോ ആയിഷ റളിയല്ലാഹു അൻഹയാണ് കിടക്കുന്നത് എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അത്ഭുതം കൊണ്ട് സഫ്വാൻ റളിയല്ലാഹു അൻഹു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അദ്ദേഹം എന്നെ കണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ ഇസ്തിർജാ നടത്തി. ഇത് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറയാൻ ആയിഷ റളിയല്ലാഹു അൻഹ ഫഹമ്മർതു വജ്ഹി ബിജിൽബാബി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. ഉടനെ ചെയ്ത കാര്യം എന്താണ്? എൻ്റെ ജിൽബാബ് കൊണ്ട് മുഖം ഞാൻ ഉടനെ തന്നെ മറച്ചു കളഞ്ഞു. ജിൽബാബിൻ്റെ ആയത്തിറങ്ങിയതിന് ശേഷമാണ് അന്യപുരുഷന്മാർ വന്നാൽ മുഖം മറച്ചു കളയൽ അനിവാര്യമാണ്. ഉടനെ തന്നെ ഞാൻ എൻ്റെ മുഖം ജിൽബാബ് കൊണ്ട് മറച്ചു കളഞ്ഞു. എന്നിട്ടോ വീണ്ടും പറയണം ആയിഷ റളിയല്ലാഹു അൻഹ വവല്ലാഹി, അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, മാ കല്ലമനീ കലിമതൻ. സഫ്വാൻ എന്നോട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു പദം എന്നോട് ചോദിച്ചിട്ടില്ല. സലാം പറഞ്ഞിട്ടില്ല. എന്താണ് വിശേഷം എന്ന് ചോദിച്ചിട്ടില്ല. എങ്ങനെയാണ് ഈ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയത് എന്ന് ചോദിച്ചിട്ടില്ല. ഒരു വാക്ക് പോലും എന്നോട് സംസാരിച്ചില്ല. വലാ സമിഅതു മിൻഹു കലിമതൻ ഗൈറ ഇസ്തിർജാഇ. അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ വാക്കല്ലാതെ വേറൊന്നും ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹത്തിൽ നിന്ന്. എത്ര അത്ഭുതകരമാണ് നോക്ക്. സലഫുകൾ സ്വീകരിച്ച മര്യാദയാണത്. അദ്ദേഹം ഒട്ടകത്തെ താഴ്ത്തി കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ അതിന് മേലേക്ക് കയറി താഴെ നിന്നുകൊണ്ട് ഒട്ടകത്തെ നയിച്ചെന്ത് ചെയ്തു?
സഫ്വാൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോയി. ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. സ്വഹാബികൾ പാലിച്ച സൂക്ഷ്മത ഇതാണ്. സ്വഹാബികളുടെ ഹൃദയങ്ങൾ എത്രയോ പരിശുദ്ധമാണ്. അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് അവർ ഈ രീതിയിൽ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട് എങ്കിൽ നാം എവിടെ നിൽക്കുന്നു? നമുക്കിത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ രീതിയിൽ എന്ത് ചെയ്തിട്ട് ഇസ്ലാമിക നിയമങ്ങളിൽ നിന്ന് ആളുകൾ വ്യതിചലിച്ചിട്ടുണ്ട്. പല സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ ആളുകളെ കയറൂരി വിട്ടിരിക്കുകയാണ്. പെൺമക്കളെയും ആൺമക്കളെയും എല്ലാം ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്. അതിന്റെ ദുരന്ത ഫലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നാം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ളതായ മനുഷ്യനെ നശിപ്പിച്ച് കളയുന്ന, അവന്റെ അഭിമാനത്തെ തകർക്കുന്ന, കുടുംബത്തെ നശിപ്പിക്കുന്ന ഇതുപോലുള്ള പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഇസ്ലാം വരച്ചിരിക്കുന്ന ചില അപകട മേഖലകളുണ്ട്, അതിലേക്ക് അടുത്തുകൂടാ. അതിൽ ഒന്ന് പറഞ്ഞത് ശിർക്ക് കുഫറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, നാം ചെയ്യുന്ന പാപം മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്നുണ്ട് എങ്കിൽ അത് പാടില്ല. മൂന്നാമത്തേത്, മനുഷ്യനെ അഡിക്റ്റാക്കി കളയുന്ന, അതിൽ തളച്ചിട്ട് കളയുന്ന പാപങ്ങൾ. ഇതുപോലുള്ള പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ പറഞ്ഞു പാപങ്ങൾ സംഭവിക്കും, മനുഷ്യപ്രകൃതമാണത്. പാപങ്ങൾ സംഭവിക്കുന്നത് മനുഷ്യപ്രകൃതമാണ് എങ്കിലും അതിൽ അടിയുറച്ചു നിൽക്കുക എന്നത് അത് മനുഷ്യപ്രകൃതമല്ല, അത് പ്രകൃതിക്ക് വിരുദ്ധമാണ്. ഒരാൾക്കൊരു തിന്മ സംഭവിച്ചാൽ അവന്റെ മനസ്സിൽ അതിൻ്റെ വേദന ഉണ്ടാകണം, അതിൻ്റെ ഖേദം അവൻ ഉണ്ടാകണം, അതിൻ്റെ പ്രയാസം അവൻ അനുഭവിക്കേണ്ടതുണ്ട്. അത് സംഭവിച്ചു പോയല്ലോ എന്നുള്ളതായ വ്യസനം അവന്റെ മനസ്സിലുണ്ടാകേണ്ടത്. ഇതാണ് മനുഷ്യപ്രകൃതം. മുസ്ലിം പറഞ്ഞിട്ട് പാപം എന്ന് പറഞ്ഞാൽ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യമാണ്, മനസ്സിന് പ്രയാസമുണ്ടാകും പാപം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പാപം സംഭവിക്കാം, പക്ഷേ അതിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത്, അതിനെ നിസ്സാരമായി കാണുക എന്നുള്ളത്, അതിൽ തന്നെ തുടരുക എന്നുള്ളത് ഇത് മനുഷ്യപ്രകൃതമല്ല, അത് പ്രകൃതി വിരുദ്ധമായിരിക്കുന്ന കാര്യമാണ്. അത് പാടില്ല എന്നുള്ളതാണ്. പാപത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. എങ്ങനെയാണ് പാപത്തിൽ അടിയുറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ? പാപം ഒരാളുടെ ജീവിത ശൈലിയായി മാറുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശം. ഒരാളുടെ ജീവിത ശൈലി തന്നെ പാപമാണ്. നേരം പുലർന്ന് എഴുന്നേറ്റാൽ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, നിരന്തരം പാപത്തിൽ തന്നെ. ചില ആളുകളുണ്ട് അങ്ങനെ, രാവിലെ മുതലേ എന്ത് ചെയ്യും? മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ എവിടെ പോയാലും മ്യൂസിക് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നൃത്തങ്ങൾ, സംഗീതങ്ങൾ, സിനിമകൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ അവൻ്റെ ജീവിതമാർഗം നിഷിദ്ധമായിരിക്കും, പലിശയായിരിക്കാം അവൻ്റെ ജീവിതമാർഗം, അല്ലെങ്കിൽ കച്ചവടത്തിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളെ പറ്റിക്കുന്നുണ്ട്, അതാണ് അവൻ്റെ തൊഴിൽ തന്നെ. അല്ലെങ്കിൽ അവനെടുക്കുന്ന തൊഴിൽ മേഖലകളിൽ അഴിമതി നടത്തുന്നുണ്ട്. ഇത് നിരന്തരം അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ജീവിതശൈലി തന്നെ എന്തായിരിക്കുന്നു? പാപമായിരിക്കുന്നു. ഇത് വലിയ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. ഒരാൾ നിരന്തരം എന്ത് ചെയ്യുന്നു? പാപങ്ങളിൽ തന്നെ ജീവിക്കുക. എത്ര ഗുരുതരമായിരിക്കുന്ന കാര്യമാണത്. ഇത് ഒരു വിശ്വാസിക്ക് പാടില്ലാത്ത കാര്യമാണ്. ചില ആളുകളുടെ വിനോദം, അവരുടെ ഹോബികൾ തന്നെ പാപങ്ങളാണ്. അവരവരുടെ പ്രൊഫൈലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അവരുടെ ഹോബീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് പാപം. ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്ന പല കാര്യങ്ങളായിരിക്കും എഴുതി വെച്ചിരിക്കുന്ന പ്രൊഫൈലുകളിൽ. അപ്പം ഇത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നല്ലദീന തഖൗ, നിശ്ചയമായും തഖ്വയുള്ളതായ ആളുകൾ, മുത്തഖിയായ ആളുകൾ, ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാൻ, ശൈത്വാന്മാരുടെ ഒരു കൂട്ടം അവരെ വന്ന് സ്പർശിച്ചാൽ, അതായത് അവരെ വലയിലാക്കി പാപം ചെയ്തു. ഇവിടെ ഖുർആൻ പറയും തഖ്വയുള്ള ആളുകളെ കുറിച്ചാണ്. തഖ്വയുള്ള ആളുകൾക്കും എന്ത് സംഭവിക്കാം? പാപം സംഭവിക്കാം. ഖുർആനാണ് പറയുന്നത്. ഒരാൾ മുത്തഖിയാകണമെങ്കിൽ ഒരു പാപം സംഭവിക്കാതിരിക്കുക എന്നുള്ളത് അതിൻ്റെ മാനദണ്ഡമല്ല. ഖുർആനാണ് പറയുന്നത്. തഖ്വയുള്ള ഒരാളുടെ സ്വഭാവം എന്താണ്? അവനിൽ ഒരു പാപം സംഭവിച്ചാൽ തദക്കറു, ഉടൻ അവൻ എന്ത് ചെയ്യും? കാര്യങ്ങൾ ഉറ്റാലോചിക്കും, മനസ്സിലാക്കും. ഫഇദാഹും മുബ്സിറൂൻ, അങ്ങനെ അവർ ബോധമുള്ളവരായി മാറും. ഓ, ഇത് പാടില്ലാതിരുന്നല്ലോ, ചെയ്യാൻ പാടില്ലാത്തൊരു കുറ്റമായി പോയല്ലോ, ഇതിൻ്റെ പേരിൽ ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ബോധമുണ്ടാവുകയും അവരെന്ത് ചെയ്യും? അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യും. അതാണ് നമ്മൾ പറഞ്ഞത്, പാപം ഉണ്ടാവുക എന്നുള്ള മനുഷ്യപ്രകൃതമാണ്. പക്ഷേ ആ മനുഷ്യപ്രകൃതം തന്നെയാണ് എന്ത് സംഭവിച്ചാൽ എന്ത് ചെയ്തോണോ? ഉടനെ മാറിക്കൊള്ളണോ? വീണ്ടും അതേ വഴിയിൽ തന്നെ മുന്നേറുക എന്നുള്ളത് മനുഷ്യന് പാടില്ലാത്ത കാര്യമാണ്. അവൻ്റെ ജീവിതം മുഴുവനും പാപത്തിൻ്റെ മേലാക്കുക, ഇത് പാടില്ലാത്ത കാര്യമാണ്.
ഇത് വലിയ അപകടത്തിൽ അവനെ കൊണ്ട് ചാടിക്കുകയും ചെയ്യും. ഒരാൾ ഒരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗപ്രവേശനമാണ്, അള്ളാഹുവിന്റെ തൃപ്തിയാണ് അവന്റെ. ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വഴിതെറ്റിപ്പോയി, ഇടക്ക് പാപം ചെയ്തു വഴിതെറ്റിപ്പോയി, മുസ്തഖീമായ വഴിയിൽ തെറ്റിയാൽ എന്ത് ചെയ്യും? ഒരാളിപ്പോൾ ഇവിടുന്ന് സഞ്ചരിക്കുകയാണ്, കോഴിക്കോട് പോകണം, പോകുന്നതിനിടയിൽ വഴിതെറ്റിപ്പോയി, എന്ത് ചെയ്യും? വഴിതെറ്റിപ്പോയാലാണ് വഴിതെറ്റി നേരിക്കാൻ അങ്ങനെ തന്നെ പോകാം എന്ന് കൂട്ടുകയാണ്. അല്ല, തിരികെ എന്ത് ചെയ്യും? ശരിയായ വഴിയിലേക്ക് കയറുക എന്താണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുക. അതല്ലെങ്കിൽ അവന്റെ വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചു, എന്നാൽ അടുത്ത വാഹനം പിടിക്കും, അല്ലെങ്കിൽ ആ വാഹനം ശരിയാക്കും, എന്നിട്ട് ശരിയായ റൂട്ടിലേക്ക് കയറുക, എന്നിട്ട് നേരെ ലക്ഷ്യസ്ഥാനത്തെത്തുക. ഇതാണ് വിശ്വാസി ചെയ്യേണ്ടത്. അപ്പൊ തെറ്റുകൾ പറ്റാം, പക്ഷേ അതിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത് വിശ്വാസിക്ക് പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ തെറ്റുകളിൽ മനുഷ്യൻ പലപ്പോഴും അടിയുറച്ചു നിൽക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന ചില ന്യായങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ന്യായം, ചില ആളുകൾ പറയും എൻ്റെ തൊഴിൽ ഇന്നതാണ്, അതിൽ തിന്മയുണ്ടെന്ന് എനിക്കറിയാം, പലിശയുമായി ബന്ധപ്പെട്ടതാണ്. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന തൊഴിൽ മേഖലകൾ, ചിലപ്പോൾ ചില ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കാം, അഴിമതിയില്ലാത്ത മേഖല ഉണ്ടാവുകയില്ല, എല്ലാവരും അത് ചെയ്യുന്നുണ്ട്, എനിക്കും അത് ചെയ്തേ തീരൂ എന്നാണ് ചില ആളുകൾ പറയുക. നിർബന്ധിതമായിട്ട് ഞാൻ ചെയ്യുകയാണ് എന്ന് ചില ആളുകൾ പറയും. എനിക്കതല്ലാതെ വേറൊരു മാർഗമില്ല, എൻ്റെ കുടുംബത്തിന് പോറ്റണമെങ്കിൽ എനിക്കത് ചെയ്തേ തീരൂ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. തിന്മയിൽ എന്ത് ചെയ്യുന്നു? അങ്ങനെ പെട്ടുകിടക്കുകയാണ്. ഞാൻ അത് ഉപേക്ഷിച്ചാൽ എൻ്റെ വരുമാനം മുട്ടിപ്പോകും, എൻ്റെ റിസ്ക് ഇല്ലാതെയാകും എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഒരു അത്ഭുതകരമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റസാഖ്, റിസ്ക് നൽകുന്നവൻ അല്ലാഹുവാണ്. നീ തിന്മ ചെയ്യുന്ന സമയത്ത് നിനക്ക് ഭക്ഷണം നൽകുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. നീ അല്ലാഹുവിനെ ധിക്കരിച്ചപ്പോൾ നിന്റെ മക്കളെ പോറ്റിയവൻ അല്ലാഹു തന്നെയാണ്. നീ പലിശ വാങ്ങുമ്പോൾ നിനക്ക് സമ്പത്ത് നൽകിയവൻ, നിനക്ക് ഭവനങ്ങൾ നൽകിയവൻ, നിനക്ക് ജീവിത വിഭവങ്ങൾ നൽകിയവൻ അല്ലാഹുവാണ് നിനക്ക് നൽകിയത്. അങ്ങനെയുള്ള അല്ലാഹുവിലേക്ക് നീ തിരിച്ചു വന്നാൽ, പാപങ്ങൾ മാറ്റിവെച്ചു, പലിശ ഉപേക്ഷിച്ചു, മദ്യപാനം നിർത്തി, വ്യഭിചാരം നിർത്തിവെച്ചു, തിന്മകളിൽ നിന്ന് മാറിയിട്ട് നന്മയിലേക്ക് വന്നാൽ ആ അള്ളാഹു നിനക്ക് റിസ്ക് നൽകുകയില്ല എന്നാണ് നിന്റെ ധാരണ. നിനക്ക് അള്ളാഹു ഇപ്പം റിസ്ക് നൽകുന്നുണ്ട്, നീ തിന്മയിലാണ് ജീവിക്കുന്നത്, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അള്ളാഹു നിനക്ക് റിസ്ക് നൽകുന്നു. എന്നിട്ട് ആ അള്ളാഹുവിനെ അനുസരിക്കുന്നവനായി മാറിയാൽ അള്ളാഹു നിന്നെ കൈവെടിയും എന്നാണോ നിന്റെ ധാരണ? എത്ര മോശപ്പെട്ട ധാരണയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വദഹു അല്ലാഹു ഖൈറൻ മിൻ. ആരെങ്കിലും ഒരു പാപത്തെ, ഒരു തിന്മയെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞു, അള്ളാഹുവിന് വേണ്ടിയിട്ട് ഒരു തിന്മയെ മാറ്റി വെച്ചു, എന്നാൽ അവന് അള്ളാഹു അതിനേക്കാൾ ഉപേക്ഷിച്ചതിനേക്കാൾ ഹൈറായിട്ടുള്ളത് എന്ത് ചെയ്യും? പകരം കൊടുക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? തീർച്ചയായും അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ എന്നുള്ള ബോധം ഒരു വിശ്വാസിക്ക് ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. മറ്റൊരു ധാരണയുണ്ട്, ചില ആളുകൾ എന്ത് ചെയ്യും? തിന്മകളിൽ ജീവിച്ചവരാകാം, തിരികെ അതെല്ലാം ഉപേക്ഷിച്ച് നന്മയിൽ വന്നു, ശരിയായ ജീവിതം ആരംഭിച്ചു. അപ്പോൾ നോക്കുമ്പോൾ വലിയ വലിയ പ്രയാസങ്ങൾ. ഒരു ദിവസം മകന് രോഗം, അടുത്ത ദിവസം ഭാര്യയ്ക്ക് രോഗം, വേറെ ദിവസം കച്ചവടത്തിൽ പ്രശ്നം, തൊഴിൽ പ്രശ്നം, പല പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാകാം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? നിരാശപ്പെട്ടുകൊണ്ട് തിന്മയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ ദീനിലേക്ക് മടങ്ങിയത് കൊണ്ടാണോ എനിക്കിങ്ങനെ പറ്റിയത് എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടുകൊണ്ട് ചില ആളുകൾ പോകലുണ്ട്. അവർ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഭൂമിയിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാകും. പരീക്ഷണത്തിൽ ആരടിയുറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രസക്തം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഓരോ മനുഷ്യരെയും പരീക്ഷിക്കുമെന്നാണ്. ചിലപ്പോൾ ഹൈറ് കൊണ്ടായിരിക്കാം പരീക്ഷിക്കുന്നത്, ചിലപ്പോൾ ഷർറ് കൊണ്ടായിരിക്കാം. നിനക്ക് സമ്പത്ത് നൽകി പരീക്ഷിക്കും അല്ലാഹു, ദാരിദ്ര്യം നൽകിയിട്ടും ചെയ്യും പരീക്ഷിക്കും എന്ന് ഖുർആനും സുന്നത്തും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. നിനക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ ഒരു പക്ഷേ നീ ചെയ്തിരിക്കുന്ന പാപങ്ങളെ പുറത്തു തരാൻ വേണ്ടിയിട്ടായിരിക്കാം, അത് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടായിരിക്കാം. അതല്ലെങ്കിൽ നിനക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ നിന്റെ ദർജകൾ ഉയർത്തപ്പെടാനായിരിക്കാം. അതിന് ധാരാളം തെളിവുകൾ ഖുർആനിലും സുന്നത്തിലുമെല്ലാം ഉണ്ട്. ഒരിക്കലും സല്ലല്ലാഹു പറഞ്ഞു, ഒരു മുസ്ലിമിന് ഒരു നസബും ബാധിക്കുന്നില്ല, ഒരു ക്ഷീണവും ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു രോഗവും ബാധിക്കുന്നില്ല, ഒരു ദുഃഖവും ബാധിക്കുന്നില്ല. എത്രത്തോളം എന്നാൽ ഒരു മുള്ളു വരെയും അവൻ്റെ കാലിൽ തറക്കുന്നില്ല. ഇല്ല കഫറല്ലാഹു ബിഹാ മിൻ ഖതായ. അത് മുഖേന എന്ത് ചെയ്യും? അള്ളാഹു അവൻ്റെ പാപങ്ങൾ പൊറുത്തിട്ടല്ലാതെ. അപ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടും. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കും. നാം ഏതൊരു പ്രയാസം അനുഭവിക്കുന്നുവോ അതിൻ്റെ പേരിൽ അതിനെ ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തും എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു, നിങ്ങൾക്കുണ്ടാകുന്ന ക്ഷീണം, നിങ്ങൾക്കുണ്ടാകുന്ന വിശപ്പ്,
നിങ്ങൾക്കുണ്ടാകുന്ന ദാഹം, ഇവകൾക്കെല്ലാം അള്ളാഹു നന്മ നൽകും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നന്മയായിട്ട് എന്ത് ചെയ്യും? രേഖപ്പെടുത്തും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ മനുഷ്യൻ നേരിടുന്ന പ്രയാസങ്ങൾ പാപങ്ങൾ മായ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ ദറജകൾ ഉയർത്തപ്പെടാനായിരിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഏറ്റവും വലിയ മാതൃക. ഈ ലോകത്ത് ഏറ്റവും സന്തോഷത്തോടെ ജീവിച്ചത് നബിയും സഹാബത്തുമാണ്. എന്നാൽ ഏറ്റവും പരീക്ഷണങ്ങൾ അധികം നേരിട്ടതും അത് തന്നെയാണ്, റസൂലും സഹാബത്തുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട പ്രയാസത്തിൻ്റെ ഒരംശം പോലും നമ്മൾ നേരിടുന്നുണ്ടാവുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്നു വീണത് അനാഥനായിട്ടാണ്. ഉമ്മ മരിച്ചു 6 വയസ്സായപ്പോൾ, ഉപ്പാപ്പ മരിച്ചു 8 വയസ്സായപ്പോൾ. പിന്നെ അബൂ താലിബാണ് പിന്നീട് വളർത്തുന്നത്. അബൂ താലിബും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്ന കാലത്ത് അബൂ താലിബ് എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയി. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു പോയി. നബിയെ വല്ലാതെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളഖിലവും മരിച്ചു. നബി മരിക്കുന്നതിന് മുമ്പ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ. നബി മരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ ജീവിച്ചിരിക്കുന്ന ആര് മാത്രമേ ഉള്ളൂ? ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ചു നോക്കണം. നമുക്കുണ്ട് മക്കൾ. നമ്മുടെ മക്കൾക്ക് കാലൊന്നും തട്ടി വേദനിച്ചാൽ എത്ര പ്രയാസമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6 മക്കളും മരിച്ചു പോവുകയാണ് ജീവിതകാലത്ത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബ് നബി വല്ലാതെ സ്നേഹിച്ചിരുന്നയാളാണ്, കാഫിറായി മരിച്ചുപോയി. എത്ര പ്രയാസം ഉണ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. താൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ, തന്നെ ഏറ്റവും അധികം സഹായിച്ച ഒരു വ്യക്തി കാഫിറായിട്ട് മരിച്ചുപോയി. വേദനകൾ ഉണ്ടാകുന്നത് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് ഹിജ്റ ചെയ്തു. അവിടെ നിന്ന് പലായനം ചെയ്തു മദീനയിലേക്ക്. അവിടെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രയാസങ്ങൾ നേരിട്ടു. പല യുദ്ധങ്ങളിൽ നബിയുടെ പല്ല് പൊട്ടിയിട്ടുണ്ട്, തലയിൽ നിന്ന് രക്തം വാർന്നിറങ്ങിയിട്ടുണ്ട് ഉഹദ് യുദ്ധത്തിൽ. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിൽ 60 ദിവസത്തോളം തീ കത്തിക്കപ്പെട്ടിട്ടില്ല. പാചകം ചെയ്ത ഭക്ഷണം അമ്പിയാക്കളുടെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിൽ കഴിച്ചിട്ടില്ല 60 ദിവസത്തോളം. ഞങ്ങൾ ആ സമയങ്ങളിൽ കാരക്കയും വെള്ളവുമാണ് കുടിച്ചിരുന്നത്. ചില അയൽവാസികൾ പാല് തരും, ആ പാല് കുടിക്കും എന്നായിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. 60 ദിവസത്തോളം പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഇത്രയധികം പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചിട്ടുണ്ട്. ഇത് ഒരാൾക്ക് പ്രതിഫലം നൽകപ്പെടാൻ ഇടയാക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ പാപങ്ങൾ മായ്ക്കപ്പെടാൻ അല്ലെങ്കിൽ ദറജകൾ ഉയർത്തപ്പെടാൻ ഇടയാക്കുന്ന കാര്യങ്ങളാണ്. തിന്മയിൽ അടിയുറച്ച് നിൽക്കാൻ നാം നേരിടുന്ന പ്രയാസങ്ങൾ എന്തല്ല, അതിന് ന്യായമല്ല എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ശൈത്വാനിന് വേണ്ടി പണിയെടുക്കരുത് എന്നുള്ളതാണ്. തിന്മകൾ ചെയ്യാം, അത് മനുഷ്യൻ്റെ ദുർബലതയിൽപ്പെട്ടതാണ്. അടിയുറച്ച് നിൽക്കാൻ പാടില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന പാപങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പരസ്യമായി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒരാൾക്കൊരു തിന്മ പറ്റിപ്പോയി, ദുർബല നിമിഷങ്ങളിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ തിന്മയിൽ അവൻ അകപ്പെട്ടു. പക്ഷേ അവൻ അത് മറ്റുള്ളവർ കാണുക ചെയ്യാൻ പാടില്ല, മറ്റുള്ളവർ അറിയാൻ പാടില്ല ഞാൻ ചെയ്യുന്ന തിന്മകൾ. അതൊരു നിഫാഖിൻ്റെ ഭാഗമായിട്ടല്ല. അത് എന്ത് ചെയ്യുക, ഞാൻ ചെയ്യുന്ന പാപം വേറൊരാളെ അറിയിക്കുക എന്നുള്ളതിൽ വലിയ ഗുരുതരമായ അടിയന്തര ഫലങ്ങളുണ്ട്. ശൈത്വാനിൻ്റെ പണിയാണത്. ശൈത്വാൻ എന്താണ് ആഗ്രഹിക്കുക, മറ്റുള്ളവരിൽ തിന്മകൾ വ്യാപിക്കണം, സമൂഹത്തിൽ മുഴുവൻ തിന്മ ചെയ്യുന്ന ആളുകളാകണം. ഇതാണ് ശൈത്വാനിൻ്റെ പണി. ഒരാൾ പരസ്യമായി ഒരു തിന്മ ചെയ്താൽ അത് മുഖേന സംഭവിക്കുന്നതാണ്. നീ തിന്മകൾ വില കുറച്ച് കാണുക സമൂഹത്തിൽ, അത് മുഖേന തിന്മകൾ സമൂഹത്തിൽ വ്യാപിക്കുക. ഉലമാക്കൾ 3 അപകടങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത്, അവൻ ആ തിന്മയെ നിസ്സാരമാക്കുന്നു എന്നുള്ളതാണ്. ഒരാൾ പരസ്യമായിട്ടാണ് ഒരു തിന്മ ചെയ്യുന്നതെങ്കിൽ അതൊന്നും വലിയ കാര്യമല്ല, അതൊക്കെ ഇപ്പം അത്ര വലിയ പ്രശ്നമാണോ എന്നുള്ളതാണ്, അതിന് നിസ്സാരമായി കാണുന്നു എന്നുള്ളതാണ്. ഉലമാക്കൾ പറയലുണ്ട്, ലാ തൻദുർ ഇലാ സുഗരി ദംബ്, പാപത്തിന്റെ ചെറുപ്പത്തിലേക്ക് നീ നോക്കാൻ പാടില്ല. വലാകിൻ ഉൻദുർ ഇലാ അസമതി മൻ അസൈ, നീ ആർക്കെതിരിലാണത് ചെയ്യുന്നത് എന്നതിലേക്കാണ് നോക്കുന്നത്. അള്ളാഹുവിന്റെ വലുപ്പത്തിലേക്കാണ് നീ നോക്കേണ്ടത്. നീ ചെയ്യുന്ന പാപം മുഖേന ആരെയാണ് നീ ധിക്കരിക്കുന്നത്? അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് സലഫുകൾ പറയുമായിരുന്നു, അവരൊരു ചെറിയ തിന്മ സംഭവിച്ചാൽ പർവ്വതം അവരുടെ ശരീരത്തിലേക്ക് മറിഞ്ഞു വീഴുന്നത് പോലെ പ്രയാസം അനുഭവിക്കുന്നവരായിരുന്നു സലഫു സ്വാലിഹീങ്ങൾ. അപ്പോൾ പാപങ്ങൾ പരസ്യമാക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ പരസ്യമാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണ്,
അവൻ അതിന് നിസ്സാരമായി കാണുന്നു എന്നുള്ളതാണ്. വേറൊരു പ്രത്യാഘാതം, അതിൽ അവൻ അഭിമാനിക്കുന്നു എന്നുള്ളതാണ്. ഒരാൾ പരസ്യമായിട്ട് തിന്മ ചെയ്യുന്ന എന്തിനാണ്? അതൊരു പ്രശ്നമല്ല. അവൻ അത് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനിക്കുന്നു. ഞാനിതാ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്നലെ ഇന്ന പണി ചെയ്തു, ഞാൻ ഇന്നലെ ഇന്ന സിനിമ കണ്ടു, അല്ലെങ്കിൽ ഇന്നലെ മദ്യപിച്ചു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു, ഇന്ന കാര്യം ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറയുന്നത് എന്തിനാണ്? അതവൻ അതിന് അഭിമാനമായി കാണുന്നു എന്നുള്ളതാണ്. ഇത് വലിയ ദുരന്തമാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ബാധിച്ചിരിക്കുന്ന ധാരാളക്കണക്കിന് ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. സമൂഹത്തിൽ പരസ്യമായി കൊണ്ട് തിന്മ ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസ. മുടി ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരിക്കുന്നു. പാടില്ലാത്തതാണ്. ഏതെങ്കിലും ഒരു ഭാഗം വെട്ടും, ഒരു ഭാഗം തീയും ഉയർത്തി വെക്കും. ഇത് നബി നിരോധിച്ചിട്ടുണ്ട്. വലിയ പാപമാണത്. പക്ഷെ ഇന്ന് ധാരാളം ആളുകൾ അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കൾ ധാരാളമായി ഇത് ചെയ്യുന്നു. ഏതെങ്കിലും തെമ്മാടികളായ, മദ്യപാനികളായ, വ്യഭിചാരികളായ ആളുകൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് എന്നിട്ട് അവൻ്റെ സ്റ്റൈലിൽ ഞാൻ എന്ത് ചെയ്തു? മുടി വെട്ടി. അവൻ്റെ കോലത്തിൽ ഞാൻ വസ്ത്രം ധരിച്ചു. ആരാണ്? അവർ ഏതെങ്കിലും തെമ്മാടിയായിരിക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വിലയുമില്ലാത്തവനായിരിക്കും. അവൻ പരസ്യമായി വ്യഭിചാരം നടത്തുന്നവനായിരിക്കും. സ്ത്രീകളോടുകൂടെ നൃത്തം ചെയ്യുന്നവനായിരിക്കും പരസ്യമായിക്കൊണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സ്ഥാനവുമില്ലാത്ത ഏതെങ്കിലും ഫുട്ബോൾ പ്ലെയർ ആയിരിക്കാം, അല്ലെങ്കിൽ സിനിമാ നടന്മാരായിരിക്കാം. അവരുടെ സ്റ്റൈൽ കൊണ്ട് തീരുക, അഭിമാനിക്കുക. അതാ ഞാനും ഇങ്ങനെ മുടി വെട്ടിയിട്ടുണ്ട് എന്ന് പറയുക. എത്ര മോശമാണിത്! റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരേണ്ട ഈ ഉമ്മത്ത് ചെന്നുപെട്ടിരിക്കുന്ന അപകടമാണ്. ശൈത്വാൻ അവരെ വലവിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പേരിൽ അഭിമാനിക്കുക. ഇത് പാടില്ലാത്ത കാര്യമാണ്. പെൺകുട്ടികളുമുണ്ട് അങ്ങനെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്ന കാര്യമാണ്. പുരുഷന്മാരുടെ വേഷം ധരിക്കുന്ന സ്ത്രീകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ വേഷം ധരിക്കുന്ന പുരുഷന്മാരെയും അങ്ങനെ തന്നെ. ഇന്ന് സർവത്ര വ്യാപകമാണ്. എവിടെയും തലയിൽ ഇങ്ങനെ തുണി ചുറ്റിയിട്ടുണ്ടാകും സ്ത്രീകൾ. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? പാൻറ്റും ഷർട്ടും ഇട്ടിട്ടുണ്ടാക്കിയ യാത്ര സകല സ്ഥലങ്ങളിലും. എത്ര ദുരന്തമാണിത്! അപ്പോൾ ഈ രീതിയിൽ തിന്മ ചെയ്യുക, എന്നിട്ടത് പരസ്യപ്പെടുത്തുക, എന്നിട്ട് അതിൻ്റെ മേൽ അഭിമാനിക്കുക വളരെയധികം ദുരന്തമാണ്. എന്തുകൊണ്ടാണ് ദുരന്തമാണെന്ന് പറയാൻ കാരണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, കുല്ലു ഉമ്മത്തി മുആഫ. എൻ്റെ ഉമ്മത്തിലെ സകല ആളുകൾക്കും വിട്ടുവീഴ്ച നൽകപ്പെടും, പൊറുക്കപ്പെടും. ഇല്ലൽ മുജാഹിരീൻ, പരസ്യമായി തിന്മ ചെയ്യുന്ന ആളുകൾക്കൊഴികെ. പരസ്യമായി തിന്മ ചെയ്യുന്ന ആളുകൾക്ക് വിട്ടുവീഴ്ചയില്ല. വഇന്ന മിനൽ മുജാഹറതി അൻ യഅമല അർ-റജുലു ബിൽ-ലൈലി അമല. എന്താണ് പരസ്യമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ? രാത്രിയിൽ ഒരാൾ ഒരു തിന്മ ചെയ്തു, അങ്ങനെ സുമ്മ യുസ്ബിഹു വഖദ് സതറഹു അല്ലാഹു അലൈഹി. പ്രഭാതമായി, അതുവരെയും അള്ളാഹു മൂടി വെച്ചിരിക്കുകയാണ് അവൻ്റെ തിന്മ. അങ്ങനെ പ്രഭാതമായപ്പോൾ അവൻ പറയുകയാണ്, യാ ഫുലാൻ അമിൽതുൽ ബാരിഹത കദാ വകദാ, ഞാൻ ഇന്നലെ രാത്രി ഇന്ന പണി ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറയുക. വഖദ് ബാത യസ്തുറുഹു റബ്ബു, ഈ രാത്രി മുഴുവനും അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ് അവൻ്റെ തിന്മയെ. അവൻ ചെയ്ത തിന്മ അവൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞില്ല, ഭാര്യയോ ഭർത്താവോ അറിഞ്ഞില്ല, മക്കൾ അറിഞ്ഞില്ല, അയൽവാസികൾ അറിഞ്ഞില്ല. നേരം വെളുത്തുമ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും അള്ളാഹു ഇട്ടിരിക്കുന്ന മറയവൻ എന്ത് ചെയ്തു? നീക്കി കളഞ്ഞു. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അങ്ങനെ ഒരു തിന്മ ചെയ്താൽ അതിന് വിട്ടുവീഴ്ചയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യുദ്നി അൽ മുഅ്മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഒരു മുഅ്മിനിനെ അടുപ്പിച്ച് നിർത്തും അല്ലാഹുവിലേക്ക്. ഫയദഉ അലൈഹി കനഫ, എന്നിട്ട് ഒരു കനഫ്, ഒരു മറ സ്ഥാപിക്കും. വയസ്തുറു, എന്നിട്ട് അവനെ മറച്ചു വയ്ക്കും, മറ്റുള്ളവരാരും അറിയുന്നില്ല. ഒരു മുഅ്മിനിനെ അള്ളാഹു അവനിലേക്ക് ചേർത്ത് നിർത്തും. സൃഷ്ടികളിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യും? ഒരു മറ സ്ഥാപിക്കും. എന്നിട്ട് അവനോട് ചോദിക്കും, അതഅരിഫു ദംബ കദാ അതഅരിഫു ദംബ കദാ, നിനക്കറിയുമോ നീ ചെയ്ത ഇന്ന ഇന്ന പാപങ്ങൾ? നീ ഇന്ന ഇന്ന പാപം ചെയ്തിരുന്നില്ലേ എന്ന് അവനോട് ചോദിക്കും. അവനത് സമ്മതിക്കും. അവൻ പറയും, നഅം ഐ റബ്ബി, അതേ റബ്ബേ, ഞാൻ ചെയ്തത് പാപങ്ങളാണത്. ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി വറഅ ഫീ നഫ്സിഹി അന്നഹു ഖലക്, അങ്ങനെ അവൻ ഓരോന്ന് ഏറ്റേറ്റ് പറയും. അവൻ മനസ്സിൽ കരുതും, നശിച്ചുപോയി, അവസാനിച്ചു, എൻ്റെ കാര്യം നരകത്തിലേക്കാണ് എന്ന് കരുതും. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, സതർതുഹാ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ ഈ പാപങ്ങളഖിലവും ഞാൻ നിനക്ക് വേണ്ടി മറച്ചു വെച്ചിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല. വഅന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നേ ദിവസം ഞാൻ നിനക്ക് പുറത്തു തരികയാണ് എന്ന് അല്ലാഹു പറയും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഫളലാണ്, എത്ര വലിയ ഔദാര്യമാണ് അല്ലാഹു ഈ ഉമ്മത്തിനോട് ചെയ്തിരിക്കുന്നത്. അത് ആർക്കാണ് ലഭിക്കുക? പരസ്യമായി പാപം ചെയ്ത ആളുകൾക്കല്ല,
പരസ്യമായി തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ഈ രീതിയിൽ വിചാരണ നൽകപ്പെടുകയില്ല. പരസ്യമായിട്ടായിരിക്കും വിചാരണ നടത്തപ്പെടുക. ഇത് മുഅ്മിനീങ്ങൾക്ക് രഹസ്യമായി തിന്മകൾ സംഭവിച്ചു പോകുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഫൗലാണ്, അവൻ്റെ ഔദാര്യമാണ്. അതുകൊണ്ട് ശൈത്വാനിൻ്റെ പണിയെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, തിന്മ ഒരാളുടെ ജീവിതത്തിൽ അധികമാകാൻ പാടില്ല എന്നതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളിൽ തിന്മ ചെയ്ത ആളുകളുടെ നന്മ തിന്മകൾ എന്ത് ചെയ്യും? തൂക്കിക്കണക്കാക്കും. മുഅ്മിനീങ്ങളിൽ 3 വിഭാഗം ആളുകളുണ്ട്. ഹിസാബോ അദാബോ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന 2 കൂട്ടരുണ്ട്. ഒന്ന്, ധാരാളം നന്മകൾ ചെയ്ത് തിന്മ ചെയ്യാത്ത ആളുകൾ, സുന്നത്തും ഫർദുമായി ധാരാളം നന്മകൾ ചെയ്ത അസ്സാബിഖൂന ബിൽ ഖൈറാത്ത്, നന്മകൾ കൊണ്ട് മുൻകടന്ന ആളുകളാണ്. അവർക്ക് ഹിസാബില്ല, ശിക്ഷയില്ല. വേറൊരു വിഭാഗം നിർബന്ധമായ കാര്യങ്ങൾ മാത്രം ചെയ്തു, നിഷിദ്ധങ്ങളൊന്നും ചെയ്തില്ല, സുന്നത്തുകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തു? കൽപ്പിക്കപ്പെട്ടതിനെ മാത്രം നിർവഹിച്ചു, നിരോധിക്കപ്പെട്ടതിൽ നിന്ന് മാറി നിന്നു. അങ്ങനെയുള്ള ആൾ മുഖ്തസദീങ്ങളാണ് അവർ. വലതുപക്ഷക്കാരെന്നാണ് ഖുർആൻ അവരെ പറഞ്ഞത്. അവരും വിചാരണയോ ശിക്ഷയോ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. പിന്നീട് ഒരു വിഭാഗമുള്ളത് സ്വന്തം നഫ്സുകളോട് അക്രമം ചെയ്തിരിക്കുന്ന ആളുകളാണ്. അവരുടെ നന്മ തിന്മകൾ അള്ളാഹു തൂക്കി നോക്കൂ. അവരിൽ നന്മ തിന്മകൾ തൂക്കുമ്പോൾ നന്മയാണ് കൂടുതലെങ്കിൽ, നന്മയുടെ ഭാഗത്തിനാണ് ഭാരമേറുന്നതെങ്കിൽ അവരും പ്രവേശിക്കും. എന്ത് ചെയ്യാതെ? ശിക്ഷ കൂടാതെ സ്വർഗത്തിൽ അവരും പ്രവേശിക്കും. വേറൊരു വിഭാഗമുണ്ട്, തൂക്കി കണക്കാക്കുമ്പോൾ നന്മയും തിന്മയും തുല്യമാണ്. അവർ അഹ്ലുൽ അഅറാഫാണ്. സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ ഒരു ഭാഗമുണ്ട്. അവിടെയാണ് അഹ്ലുൽ അഅറാഫിൻ്റെ ഇടം. അവിടെ താമസിപ്പിക്കും. കുറെ കഴിഞ്ഞ് അള്ളാഹു ഉച്ചയ്ക്ക് മുന്തിയും അവർ സ്വർഗത്തിൽ വിടും. മൂന്നാമതൊരു വിഭാഗമുണ്ട്, അവരുടെ നന്മയും തിന്മയും തൂക്കുമ്പോൾ തിന്മയുടെ ഭാഗത്തിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഭാരമേറിയിരിക്കുന്നത്. ഇത് അപകടമാണ്. അവരെന്ത് ചെയ്യും? നരകത്തിൽ പ്രവേശിക്കും. അവിടെയും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് അവൻ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ അത്രയ്ക്കും ഔദാര്യം ചെയ്യുന്നവനാണ് അള്ളാഹു. പക്ഷേ അങ്ങനെ ആകാതിരിക്കാൻ ഒരാൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാൾ ഒരു ദിവസത്തെ പ്രവൃത്തി എടുത്തു നോക്കുന്നു. ഞാൻ ഇന്ന് കണ്ട കാഴ്ചകളിൽ നല്ലതാണോ കൂടുതൽ കണ്ടത്, മോശപ്പെട്ടതാണോ? എൻ്റെ സംസാരങ്ങൾ, എൻ്റെ കേൾവികൾ, എൻ്റെ ഇടപാടുകൾ, എൻ്റെ പ്രവർത്തികൾ അഖിലവും നോക്കുക. അതിൽ മീസാനിൽ കനം തൂങ്ങുന്നത് ഏത് ഭാഗത്താണ്? നന്മയുടെ ഭാഗത്താണോ തിന്മയുടെ ഭാഗത്താണോ? നന്മയുടെ ഭാഗത്തായിരിക്കണം ഒരാളുടെ കർമ്മങ്ങൾ മുൻതൂക്കം ഉണ്ടാകേണ്ടത്. തിന്മകൾ അധികമാകാതിരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. നന്മ തിന്മകൾ ഇതിന് അള്ളാഹു വലിയ റഹ്മത്ത് ഉമ്മത്തിനോട് ചെയ്തിട്ടുണ്ട്, മുൻഗാമികൾക്കില്ലാത്ത റഹ്മത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അവനത് ചെയ്തില്ല, എന്നാൽ എന്ത് ചെയ്യും? ഒരു പ്രതിഫലം കിട്ടുന്നു, ഒരു നന്മയായി രേഖപ്പെടുത്തും. നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് ചെയ്യാൻ സാധിച്ചില്ല, എന്നാൽ എന്ത് ചെയ്യും? അതിനൊരു നന്മയുടെ പ്രതിഫലമുണ്ട്. നിങ്ങളിൽ ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് പ്രവർത്തിച്ചു, 10 മുതൽ 700 വരെയും അതിനും അപ്പുറത്ത് ഇരട്ടികളായി നന്മകളായിട്ട് എന്ത് ചെയ്യും? അത് രേഖപ്പെടുത്തപ്പെടും. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവനത് ചെയ്യാതെ പിന്മാറി. ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്, പക്ഷേ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവൻ ചെയ്തില്ല, എന്നാൽ അതും എന്താണ്? നന്മയാണ്. പിന്നെ തിന്മ എവിടെയാണ്? ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നു, അവിടെ ഒരു തിന്മയായിട്ടാണ് എന്ത് ചെയ്യുക? അത് രേഖപ്പെടുത്തുക. ഈ 4 എണ്ണത്തിൽ 3 വിശ്വാസിക്ക് അനുകൂലമാണ്. 1 മാത്രമാണ് തിന്മയായിട്ട് രേഖപ്പെടുത്തുക. എന്നിട്ടും ഒരാളുടെ നന്മ തിന്മകൾ തൂക്കുമ്പോൾ നന്മയുടെ ഭാഗത്തിന് കനം കുറവാണ് എങ്കിൽ അവൻ നശിച്ചവൻ തന്നെയാണ്. സ്വഹാബികൾ പറയുന്നത് കാണാം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്കൊരു വാദ് പറഞ്ഞു. ഞങ്ങളുടെ കണ്ണുകൾ കണ്ണുനീർ വാർക്കുകയുണ്ടായി, ഹൃദയങ്ങൾ പേടിച്ചരണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഉപദേശം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തുകും അലൽ ബൈദാ അലൽ മഹജ്ജത്തിൽ ബൈദാ, നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത് വളരെ സുവ്യക്തമായ വെളുത്ത പ്രതലത്തിന്മേലാണ്, മുസ്തഖീമായ വഴിയിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, അതിലെ രാത്രി പോലും പകലിനെ പോലെയാണ്, എവിടെ നിന്നും പ്രകാശം പരക്കുന്നതാണ്, വഴി തെറ്റാൻ ഒരു സാധ്യതയുമില്ല. നന്മ ചെയ്യാനുള്ള മേഖലകൾ ധാരാളമാണ്, തിന്മയിലേക്ക് വഴി തെറ്റാനുള്ള സാധ്യതകളേയില്ല. എന്നിട്ടും ഒരാൾ ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലികുൻ, സ്വയം നശിക്കാൻ ഉദ്ദേശിച്ചവനല്ലാതെ എന്ത് ചെയ്യൂല? നാശത്തിലേക്ക് പോയില്ല.
എത്രയോ ഫضل ഈ ഉമ്മത്തിന് അള്ളാഹു ചെയ്തു. എന്നിട്ടും അവൻ്റെ നന്മകളെക്കാൾ തിന്മയാണ് കൂടുതലെങ്കിൽ നശിച്ചവൻ തന്നെയാണ്, നശിക്കാൻ കൂട്ടാക്കിയവൻ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നന്മ തിന്മകൾ തൂക്കുമ്പോൾ തിന്മ അധികമാകാതിരിക്കുക, അതിനെ അധികരിപ്പിക്കാതിരിക്കുക, നന്മകളെ ധാരാളം ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം തിന്മ ചെയ്താൽ തൗബ ചെയ്യുക എന്നുള്ളതാണ്. തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായി കൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങലാണ്. അള്ളാഹു പറഞ്ഞത് കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് സത്യസന്ധമായി കൊണ്ട് തൗബ ചെയ്യുക, പശ്ചാത്തപിച്ച് മടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക. വസ്തഗ്ഫിറൂ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ഞാൻ 100 പ്രാവശ്യം ഒരു ദിവസം ചെയ്യുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തൗബ ചെയ്യുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. ധാരാളമായിട്ട് ചെയ്യേണ്ട ഇസ്തിഗ്ഫാറുകൾ വേണം. അതിനോടുകൂടെ തന്നെ മനസ്സറിഞ്ഞുകൊണ്ട് നല്ല നിയ്യത്തോടെ ഇഖ്ലാസോടെ ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി ഇനി ഞാനതിൽ ചെയ്യുകയില്ല എന്ന ബോധ്യത്തോടെ നല്ല ദുഃഖത്തോടെ എന്ത് ചെയ്യുക, നിഷ്കളങ്കമായി ചെയ്തിരിക്കുന്ന പാപങ്ങൾ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അല്ലാഹുവിനോട് തൗബ ചെയ്യുക. ഇതാണ് ഈ തൗബ എന്ന് പറയും. ഇങ്ങനെ തൗബ ചെയ്താൽ വലിയ മാറ്റങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവൻ്റെ കുടുംബത്തിലുണ്ടാകും അതിൻ്റെ വ്യത്യാസം, അവൻ്റെ കച്ചവടത്തിലുണ്ടാകും, അവൻ്റെ തൊഴിലിലുണ്ടാകും, അവൻ്റെ നാടുകളിൽ അതിൻ്റെ ബർക്കത്തുണ്ടാകും. അത് മുഖേന അവർക്ക് മഴ വർഷിക്കപ്പെടും, അവർക്ക് വിഭവങ്ങൾ ഉണ്ടാകും, മക്കളുണ്ടാകും. പരിശുദ്ധ ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, തൗബ ചെയ്യുക, ഇത് വിശ്വാസികൾ അനിവാര്യമായി ചെയ്യേണ്ട കാര്യമാണ്. അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, അള്ളാഹു അവൻ്റെ തിന്മകളെ മായ്ച്ചു കളയും. തിന്മകളെ മായ്ക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു മറച്ചു വയ്ക്കൂ. അതിൻ്റെ പ്രത്യാഘാതം പിന്നീട് അവൻ നേരിടേണ്ടി വരികയില്ല. തിന്മ ചെയ്യുകയും തൗബ ചെയ്യുകയും ചെയ്തവൻ തിന്മ ചെയ്യാത്തവനെ പോലെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ല, പാപത്തിൽ നിന്ന് തൗബ ചെയ്യുന്നവൻ തിന്മ ചെയ്യാത്തവനെ പോലെയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് എന്ത് ചെയ്യും? അതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തും. നാം ചെയ്തിരിക്കുന്ന തിന്മകൾ നന്മകളായി മറിക്കപ്പെടും. എത്ര വലിയ അത്ഭുതമാണ് നോക്ക്. ഒരാൾ തിന്മ ചെയ്തു, ശരിയായി പശ്ചാത്തപിച്ചു, എന്നാൽ അവൻ ചെയ്തിരിക്കുന്ന തിന്മയുടെ ഭാഗത്തു നിന്ന് മാറി പിന്നെ എവിടേക്ക് പോയി? നന്മയുടെ റെക്കോർഡിലേക്കാണ് അത് പോവുക. സെയ്ദും അമ്രും കൂടിയിട്ട് ഒരു തിന്മ ചെയ്തു, ഒരേ തിന്മയാണെന്ന് കൂട്ടിക്കോ. സെയ്ദ് അടുത്ത ദിവസം പശ്ചാത്തപിച്ചു, ഇഖ്ലാസോടെ പശ്ചാത്തപിച്ചു. സെയ്ദിന്റെ റെക്കോർഡിൽ ഒരു നന്മയായി മാറിയത്. അമ്രു പശ്ചാത്തപിച്ചില്ല, അവിടെ എന്ത് ചെയ്യുന്നു? തിന്മയായിട്ട് എടുക്കുകയാണ്. കുറെ ദിവസം കഴിഞ്ഞ് വീണ്ടും ഇവരെന്ത് ചെയ്തു? ഒരു പാപം ചെയ്തു. സെയ്ദ് വീണ്ടും പശ്ചാത്തപിച്ചു, അമ്രു വീണ്ടും പശ്ചാത്തപിച്ചില്ല. സെയ്ദിന്റെ റെക്കോർഡിൽ ഇപ്പോൾ 2 നന്മയുണ്ട്, അമ്രിൻ്റെ അപ്പോഴും എന്താണ്? അവിടെ തിന്മയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഇത് വലിയ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഒരാൾക്ക് തൗബ ചെയ്തു, നിഷ്കളങ്കമായാണ് ചെയ്തത്, നിഷ്കളങ്കമായിട്ടായിരിക്കണം ചെയ്യേണ്ടത്, നല്ല പശ്ചാത്താപബോധത്തോടെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, നമ്മുടെ കാലത്ത് ആളുകൾ ചെയ്യുന്ന പശ്ചാത്താപം അതിനുവേണ്ടി വേറെ പശ്ചാത്തപിക്കേണ്ടി വരും ചിലപ്പോൾ. ഇമാം ഖുർത്തുബി അതിനെ വിവരിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ചില ആളുകൾ തസ്ബീഹമാല ഉണ്ടാവും, സുബ്ഹാനല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവൻ തിന്മയിലാണ്. ഇവനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മാതാപിതാക്കളോട് അനുസരണയില്ല, അവന് അയൽവാസികൾ അവൻ ഉപദ്രവിക്കുകയാണ്, പലിശ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അഴിമതിയിലാണ് അവൻ്റെ ജീവിതം, തിന്മയിലാണ് അവൻ ജീവിച്ചത്. അത് പാടില്ല. ആദ്യം തിന്മയിൽ നിന്ന് മാറുക, എന്നിട്ട് എന്ത് ചെയ്യുക? പശ്ചാത്തപിക്കുക. പിന്നെ വീണ്ടും ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? തിന്മ സംഭവിച്ചേക്കാം, അത് പ്രശ്നമല്ല, അത് വീണ്ടും പശ്ചാത്തപിച്ചാൽ മതി. പക്ഷെ ചെയ്യുന്ന തിന്മ എന്തായിരിക്കണം? നിഷ്കളങ്കമായിരിക്കണം. ഒരാൾ ഒരു തിന്മയിൽ നിന്ന് പശ്ചാത്തപിച്ചു, വീണ്ടും ആ തിന്മയിൽ പെട്ടുപോയി എന്നുള്ളത് കൊണ്ട് ആദ്യത്തേത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നാലും മനസ്സിലാക്കേണ്ട. അങ്ങനെ ചില ആളുകൾ പറയലുണ്ട്, തെറ്റാണ്. ഒരാൾ പശ്ചാത്തപിച്ചു, അത് അല്ലാഹു സ്വീകരിക്കും. നിഷ്കളങ്കമായിരുന്നു അവൻ്റെ ഹൃദയമെങ്കിൽ അല്ലാഹു സ്വീകരിക്കും. വീണ്ടും അവരിൽ നിന്ന് പാപം സംഭവിക്കാം. ആരാണ് പറഞ്ഞത് പാപം സംഭവിക്കുകയില്ല? പാപം സംഭവിക്കാം, മനുഷ്യനാണ്. പക്ഷെ അവനെന്ത് ചെയ്യണം? നിഷ്കളങ്കമായി തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? പശ്ചാത്തപിക്കേണ്ടതുണ്ട്, വേദനയോടെ പശ്ചാത്തപിക്കേണ്ടതുണ്ട്. എന്നാൽ അല്ലാഹു എന്ത് ചെയ്യും? അത് സ്വീകരിക്കും. അവൻ്റെ തിന്മകൾ എന്താക്കപ്പെടും?
നന്മകളായി മറിക്കും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. വിശ്വാസം ഉൾക്കൊള്ളുകയും തൗബ ചെയ്യുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ തിന്മകൾ നന്മകളാക്കി എന്ത് ചെയ്യപ്പെടും? മറിക്കപ്പെടും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തൗബ വലിയ അത്ഭുതം ഉണ്ടാക്കുന്നതാണ് ഒരാളുടെ ജീവിതത്തിൽ. ഇത് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ വിശ്വാസികൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇതാണ് 5-ാമത്തെ കാര്യം. 6-ാമത്തെ കാര്യം, ഒരാൾ തിന്മ ചെയ്തു പോയി കഴിഞ്ഞാൽ അതിനെ പിന്തുടർത്തിക്കൊണ്ട് നന്മകൾ ധാരാളമായി ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഒരു തിന്മ സംഭവിച്ചാൽ അതിൽ നിന്ന് പശ്ചാത്തപിച്ചില്ല എങ്കിൽ ആ തിന്മ എന്ത് ചെയ്യും? അവനെ വേറൊരു തിന്മയിലെത്തിക്കും. ചിലപ്പോൾ ചെയ്തതൊരു ചെറിയ തിന്മയായിരിക്കാം. പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായും ആ തിന്മ എന്ത് ചെയ്യും? ഒരു വലിയ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കും. എന്നിട്ടും പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അത് അവനെ കുഫറിലേക്കോ ശിർക്കിലേക്കോ കൊണ്ടെത്തിക്കും. അതവനെ നരകത്തിൽ ചാടിക്കും. അതുകൊണ്ട് പാപമേതുമാകട്ടെ, അത് സംഭവിച്ചാൽ തൗബ ചെയ്യുകയും തുടർന്ന് നന്മകൾ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും വേണം. പറഞ്ഞു, നിങ്ങൾ തിന്മ ചെയ്താൽ അതിന് പിന്നാലെ എന്ത് ചെയ്യുക? നന്മകളെ തുടർത്തുക അതിൻ്റെ പിന്നാലെ. എന്നാൽ എന്ത് ചെയ്യും? ആ നന്മ തിന്മയില്ലാതെയാക്കി കളയുന്നതാണ്. ഖുർആൻ പറഞ്ഞത് കാണാം, പകലിൻ്റെ 2 അറ്റങ്ങളിൽ നമസ്കാരം നിലനിർത്തുക, രാത്രിയുടെ പല ഭാഗങ്ങളിലുമായി, നിശ്ചയമായും നന്മകൾ തിന്മകൾ എന്ത് ചെയ്യുന്നതാണ്? നീക്കിക്കളയുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ട്. ഒരു സ്വഹാബിയുടെ ഒരു തിന്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയ ആയത്താണ്. അദ്ദേഹത്തിന് അബദ്ധം പറ്റി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അള്ളാഹു ഇറക്കി കൊടുത്താണ് ആയത്ത്. നീ നമസ്കരിക്കുന്നവനല്ലേ, എന്നാൽ എന്ത് ചെയ്യും? നിന്റെ പാപങ്ങൾ, ചെറിയ പാപങ്ങൾ എന്ത് ചെയ്യും? പൊറുക്കപ്പെടും. നന്മ ചെയ്തോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നന്മ എന്ന് പറയുന്നത് ഒരു പ്രകാശമാണെന്നാണ്. തിന്മ എന്ന് പറയുന്നത് എന്താണ്? അത് ഇരുളാണ്. ഒരാളൊരു തിന്മ ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? ഒരു കറുത്ത പാട് വീഴും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിച്ചാൽ വീണ്ടും അത് കറുത്ത പാടുകളായി അവശേഷിക്കും. അവൻ്റെ ഹൃദയം കറുത്തിരിണ്ടു പോകും. അങ്ങനെ ചിലപ്പോൾ തുറക്കപ്പെടാത്ത, നന്മകൾ പ്രവേശിക്കാത്ത ഹൃദയമായി മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരാളൊരു തിന്മ ചെയ്തു, അവിടേക്ക് നന്മ വന്നാൽ എന്ത് ചെയ്യും? നന്മ വെളിച്ചമാണ്. വെളിച്ചം വന്നാൽ ഇരുളെന്ത് ചെയ്യും? ഇല്ലാതെയാകും. അപ്പോൾ തിന്മ സംഭവിച്ചു പോയോ, നന്മകൾ കൊണ്ട് അതിനെ തുടർത്തുക, നന്മകൾ അധികമായി ചെയ്യുക. ഒരാൾ മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് പണം വാങ്ങി, എന്നാൽ ധാരാളം സ്വതക്കകൾ ചെയ്യുക, അവൻ്റെ പരിഹാരം കൊടുക്കണം. അതുകൂടാതെ എന്ത് ചെയ്യണം? സ്വതക്കകൾ ചെയ്യണം. ഒരാൾ വേറൊരാളെ വാക്കുകളോട് ഉപദ്രവിച്ചു, അവരെ പൊരുത്തപ്പെടുവിക്കുക, എന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുക, നന്മകൾ ചെയ്യുക അധികമായി കൊണ്ട്. ഇങ്ങനെ നന്മകൾ അധികരിപ്പിച്ചാൽ എന്ത് ചെയ്യും? തിന്മകൾ ഇല്ലാതെയായി തീരും. ഇതാണ് 6-ാമത്തെ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. 7-ാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾ തിന്മ ചെയ്തു, എത്ര വലിയ തിന്മയാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് തിന്മയും പുറത്തു കൊടുക്കാൻ കഴിവുള്ളവനാണ്. ഒരാൾ ശിർക്ക് ചെയ്തു, കുഫ്ർ ചെയ്തു, അതിനേക്കാളും വലിയ തിന്മയില്ല. എന്നിട്ട് അള്ളാഹുവിലേക്ക് അവൻ പശ്ചാത്തപിച്ചു, അള്ളാഹു പുറത്തു കൊടുക്കും. ശിർക്ക് ചെയ്തവനാണെങ്കിൽ പോലും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹു പുറത്തു കൊടുക്കും. മക്കാ മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹു പറയുന്നില്ലേ, അവർ കപ്പലിലൂടെ സഞ്ചരിക്കുമ്പോൾ മുങ്ങി പോകുമെന്നുള്ള പേടി വന്നാൽ അവരെന്ത് ചെയ്യും? ഇഖ്ലാസോടെ അള്ളാഹുവിനെ വിളിക്കും. അപ്പം അള്ളാഹു എന്ത് ചെയ്യും? ഉത്തരം കൊടുക്കും. ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഫഇദാ ഹും യുശ്രികൂൻ. അങ്ങനെ അവർ രക്ഷപ്പെടുത്തുന്ന. അപ്പോൾ കുഫാറുകൾ പ്രാർത്ഥിച്ചാൽ വരെയും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? നിഷ്കളങ്കമായിട്ടാണ് ഉത്തരം കൊടുക്കുന്നതാണ് പറയുക. അപ്പോൾ അള്ളാഹു എത്ര വലിയ പാപം ചെയ്തവനും പുറത്തു കൊടുക്കും എന്ന് മനസ്സിലാക്കൽ അനിവാര്യമാണ്. നിരാശ പാടില്ല എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബ്ല അൻ യഖ്ലുഖൽ ഖൽഖ്. സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഒരു കിതാബ് രേഖപ്പെടുത്തി. എന്താണ് അതിൽ പറയുന്നത്? ഇന്ന റഹ്മതി സബഖത് ഗദബി. എൻ്റെ കാരുണ്യം കോപത്തെ മറികടന്നിരിക്കുകയാണ്. എൻ്റെ കാരുണ്യം കോപത്തെ മറികടന്നിരിക്കുകയാണ്. എൻ്റെ കാരുണ്യം വിശാലമാണ്, അത് സകലർക്കും ലഭ്യമായതാണ്. അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്നുള്ള ബോധമാണ്. ഫഹുവ മക്തൂബുൻ ഇൻദഹു ഫൗകൽ അർശ്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അർശിൻ്റെ മേലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് രേഖപ്പെടുത്തിയത്? അർശാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹോന്നതമായ സൃഷ്ടിയാണ് അർശ്. 7 ആകാശങ്ങൾക്കപ്പുറമാണത്. കുർസിയിനും അപ്പുറമാണ് അർശ്.
അർശിന് മേലെയായിരിക്കുന്നവനാണ് അല്ലാഹു. അർശിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, ഇന്ന റഹ്മതി സബഖത് ഗദബി, എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ അതിജയിച്ചിരിക്കുകയാണ് എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു, നബിയെ പറഞ്ഞു കൊടുക്കുക, എൻ്റെ അടിമകളോട് വിളിച്ചു പറയുക. എങ്ങനെയുള്ള അടിമകളാണ്? ഇസ്രാഫ് കാണിച്ച ആളുകൾ, തിന്മയുടെ വരമ്പുകൾ മുറിച്ചു കടന്ന ധാരാളം തിന്മ ചെയ്ത ആളുകളോട് വിളിച്ചു പറയുക. എന്താണ്? അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളെയും പുറത്തു കൊടുക്കുന്നവനാണ് അല്ലാഹു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു ധാരാളം പൊറുക്കുന്നവനാണ്, ധാരാളം റഹ്മത്ത് ചെയ്യുന്നവനാണ് എന്ന് മനസ്സിലാക്കുക. അവിടെ നഫ്സുകളോട് ധാരാളമായി തിന്മ ചെയ്യുന്നവർ എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഒരു തിന്മ ചെയ്യുന്നവരല്ല, ധാരാളം തിന്മ ചെയ്തവൻ, അങ്ങനെയുള്ളവരാകട്ടെ. അവൻ അല്ലാഹു വിളിച്ചത് ഇബാദി, എൻ്റെ അടിമകൾ എന്നാണ് വിളിച്ചത്. അപ്പൊ അല്ലാഹു പുറത്തു കൊടുക്കും എന്നുള്ള ബോധം ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ അത്ഭുതകരമായ ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ, ബനൂ ഇസ്രായേലികളിൽപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം 99 ജീവനുകൾ ഇല്ലാതെയാക്കി, കൊന്നുകളഞ്ഞു. 99 ആളുകളെ വധിച്ചു ആ മനുഷ്യൻ. എന്നിട്ട് ഒരു പുരോഹിതന്റെ അടുക്കൽ പോയി, എനിക്ക് തൗബയുണ്ടോ എന്നറിയണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, തൗബയില്ല. അദ്ദേഹത്തെയും കൊന്നു. നമുക്കറിയാം ചരിത്രം, 100 ആളുകളെ കൊന്നു അദ്ദേഹം. 100 ആളുകളെ കൊന്നിട്ട് ഇദ്ദേഹം കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും തൗബ ചെയ്യണമെന്നുള്ള ബോധത്തിൽ ഒരു ആലിമിനെ സമീപിച്ചു. ആലിമ് പറഞ്ഞു, അതേ തൗബയുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? നീ ചെയ്യുന്ന തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? നീ നല്ല കൂട്ടുകാരോട് കൂടെ കൂടുക. മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവൻ്റെ കൂട്ടുകാരാണ്, അവൻ്റെ സാഹചര്യങ്ങളാണ്. ഒരു കൂട്ടുകാരനെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നവനാണോ? അവിടെ അറുത്തു മുറിക്കണം. നന്മയിലേക്ക് എന്നെ ക്ഷണിക്കുന്ന, ആഖിറത്തെ കുറിച്ച് പറയുന്ന, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന കൂട്ടുകാരാണ് നിനക്ക് വേണ്ടത്. അതുകൊണ്ട് നീ എന്ത് ചെയ്തോ? ഇന്ന നാട്ടിൽ ഒരു ചില ആളുകളുണ്ട്, നല്ല ആളുകളാണ് അവർ, അവിടെ പോയിട്ട് താമസിക്കുക. അദ്ദേഹം തൗബ ചെയ്തു, യാത്രയുടെ ഇടയിൽ മരിച്ചു. നമുക്കറിയാം, ചരിത്രം അറിയാം. അതിന് പ്രാധാന്യം ഇതാണ്. അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ നന്മയുള്ള ആളുകളുടെ റൂഹ് പിടിക്കുന്ന, കൊണ്ടുപോകുന്ന മലായിക്കത്തുണ്ട്, തിന്മ ചെയ്യുന്ന ആളുകളുടെ റൂഹ് കൊണ്ടുപോകുന്ന മലായിക്കത്തുണ്ട്. ഇവർ രണ്ടുപേരും വന്നിട്ട് എന്തായി? പ്രശ്നമായി. അങ്ങനെ അള്ളാഹു വിധി തീർപ്പിനായി ഒരു മലക്കിനെ നിയോഗിച്ചു. ആ മലക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക, ഇദ്ദേഹത്തിൻ്റെ മയ്യത്ത് കിടക്കുന്ന സ്ഥലവും ആ നാടും തമ്മിൽ അളന്നു നോക്കുക. ഏത് ഭാഗത്തേക്കാണ് ഇവൻ കൂടുതൽ അടുത്ത് കിടക്കുന്നത്, അവിടേക്ക് ഇവനെ പരിഗണിക്കാം. അങ്ങനെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫഔഹല്ലാഹു ഇലാ ഹാദിഹി, എന്നിട്ട് അല്ലാഹു ഈ ഭൂമിയോട് പറഞ്ഞു, വഹി നൽകി, ഭൂമിക്ക് വഹി നൽകി, അൻ തഖറബി, എന്ത് ചെയ്യുക, അടുത്തു വരിക എന്ന് ഭൂമിക്ക് അല്ലാഹു വഹി നൽകി. വഔഹല്ലാഹു ഇലാ ഹാദിഹി അൻ തബഅദി, മറ്റേ ഭൂമിയോട് പറഞ്ഞു, എന്ത് ചെയ്യുക, അകന്നു പോവുക എന്ന് ഭൂമിക്ക് അല്ലാഹു വഹി നൽകി. സാധാരണ രീതിയിൽ സംഭവിക്കാത്ത കാര്യമാണ്. അത്ഭുതം അല്ലാഹു സൃഷ്ടിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? എന്നിട്ടോ വഖാൽ ഖീസു മാ ബൈനഹുമാ, എന്നിട്ട് രണ്ടിന്റെ ഇടയിൽ അളന്നു നോക്കുക. ഫവജിദ ഇലാ ഹാദിഹി അഖറബ ബിശിബ്രിൻ ഫഗ്ഫിറ ല, ഈ നന്മയുള്ള ആളുകളുടെ നാടുകളിലേക്ക് ഒരു ശിബ്ർ, ഒരു ചാൺ ഇദ്ദേഹം ചെയ്തു അടുത്ത് കിടക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന് പൊറുക്കപ്പെട്ടു. ഇവിടെ വലിയ അത്ഭുതമാണിത്. 100 മനുഷ്യനെ കൊന്നിരിക്കുന്ന ഒരാൾ, 100 മനുഷ്യരെ കൊല്ലുക എന്നുള്ളത് നിസ്സാരമാണോ? ഒരാളെ കൊല്ലുക എന്നുള്ളത് തന്നെ എത്ര വലിയ ഗുരുതരമായ പാപമാണ്. എത്ര ആളുകൾ അത് മുഖേന അനാഥകളായി കാണും, വിധവകളായി കാണും. എത്ര മാതാപിതാക്കൾ കണ്ണുനീര് വാർത്തിട്ടുണ്ടാവും അത് മുഖേന. 100 ആളുകളെയാണ് കൊന്നിരിക്കുന്നത്. ഈ 100 ആളെ കൊന്ന ഈ മനുഷ്യന് വേണ്ടി അള്ളാഹു അത്ഭുതം സൃഷ്ടിക്കുകയാണ്, ഭൂമിക്ക് വഹി നൽകുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രയും അധികം കാരുണ്യമേകുന്നവനാണ് അള്ളാഹു. അതിനുവേണ്ടി കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? അവർക്ക് പ്രതിഫലം കൊടുക്കും. അദ്ദേഹവും ഇവരും തമ്മിൽ എന്ത് ചെയ്യുന്നതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ പരസ്പരം സംതൃപ്തി അടയിക്കുമെന്നാണ് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. നിരാശപ്പെടുക എന്നുള്ളത് വിശ്വാസികൾക്ക് ഇല്ലാത്ത പണിയാണ്. എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുദ്സിയായ ഹദീസിൽ, നിങ്ങൾ ഭൂമി നിറയെ പാപങ്ങളുമായി വന്നാൽ അള്ളാഹുവിൽ
പങ്കുചേർക്കാത്തവരാണ് എങ്കിൽ ഭൂമി നിറയെ മഗ്ഫിറത്തുമായിട്ട് എന്ത് ചെയ്യും? അള്ളാഹു വരും ആഖിറത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പോൾ എന്ത് ചെയ്യുക? നിരാശപ്പെടുക എന്നുള്ള വിശ്വാസികൾക്ക് ചേർന്ന പണിയല്ല. എന്ത് ചെയ്യുക? പരമാവധി നന്മകളെ അധികരിപ്പിക്കുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, തൗബ ചെയ്യുക, നിരാശ വെടിഞ്ഞുകൊണ്ട് പ്രതീക്ഷ അവലംബിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? മുന്നേറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാമേവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളുള്ള രോഗികൾക്ക് അള്ളാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.